ശരി. ഞാനും കോവിഡിന്റെ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഉം. വേറൊന്നും പ്രത്യേകിച്ച് പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോഴേ ഒരു മോറൽ ഒരു ഇതുണ്ടായിരുന്നു. ഓൺലൈനിൽ അങ്ങനെ ചെയ്തത്. കാരണം നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോഴുള്ള ഒരു ഇത് കിട്ടൂലല്ലോ, ഒരു അതെ അതെ അതെ. ഇന്റിമസി എന്നൊക്കെ പറയാം. അത് ഭയങ്കര പക്ഷെ ബുദ്ധിമുട്ടാ. ഓൺലൈനിൽ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. അതെ, നമ്മൾ എക്സാക്ട്ലി. സംസാരിക്കുന്നതിന്റെ. എക്സാക്ട്ലി. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ആൾക്കാരായിട്ട് മീറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റൂലല്ലോ എപ്പോഴും. അതെ അതെ അതെ. ഉം, അതെ. അപ്പൊ നാട്ടിൽ വന്ന ടൈമിലാണെങ്കിൽ ഞാൻ ലാസ്റ്റിലേക്കാണ് സുദീപിനായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു 3 ദിവസമേ തിരിച്ച് ട്രാവൽ ചെയ്യാനുള്ളായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ബാംഗ്ലൂർ വരാനൊന്നും ടൈമില്ല. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. മേ ബി Yeah. ഇൻട്രൊഡ്യൂസ് ചെയ്യാം സുദീപിനെ ലിസണേഴ്സിന്. ഹായ്, എൻ്റെ പേര് സുദീപ് സുധാകരൻ. ഞാൻ ബാംഗ്ലൂർ സെൻറ് ജോസഫ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ്. ഞാൻ അതിന് മുമ്പേ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചത്. അവിടെ LLB കംപ്ലീറ്റ് ചെയ്തു. പിന്നെ LLM എടുത്തു. അങ്ങനെ കുറച്ച് 5 കൊല്ലമായിട്ട് അക്കാഡമിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കാണുന്നില്ല, ജസ്റ്റ് നോർമൽ കൺവെർസേഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള ഒരു ഐഡിയ എപ്പം വന്നതാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. നമ്മള് പ്രത്യേകിച്ച് ലോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടത് വെച്ചിട്ട് നമ്മൾ ബാക്കി സൊസൈറ്റികളിലുള്ള സോഷ്യൽ മീഡിയനെക്കാട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ലൈഫ് ഉണ്ട് കേരളത്തില്. കാരണം അത് കേരളത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഒരു പബ്ലിക് ലൈഫ് ആളുകൾക്ക് ഉള്ളത് കൊണ്ട്, കമ്പയർഡ് ടു അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, നമ്മൾ കേവലം ഈ എന്താ റീല് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്യാനോ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ ആയിരുന്നില്ല ആദ്യം മുതൽ തന്നെ. അങ്ങനെ ഇതിനു വേണ്ടിയല്ല, ആളുകൾ അവരുടെ അഭിപ്രായങ്ങളും, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പബ്ലിക് സ്പേസ് സോഷ്യൽ മീഡിയയിലേക്ക് റിഫ്ലക്റ്റ് ആവുകയാണ് കേരളത്തിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. തുടക്കത്തില് വളരെ മുമ്പേ ഈ ഓർക്കുട്ടൊക്കെ പോലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അധിക കാലം സസ്റ്റെയിൻ ചെയ്തില്ലല്ലോ. പിന്നെ ഫേസ്ബുക്ക് ആണ് മെയിൻ ആയിട്ട്. ഫേസ്ബുക്ക്, പിന്നെ ട്വിറ്റർ. വളരെ അടുത്താണ്, റീസെന്റ് ആണ് ഞാൻ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നത്. അപ്പം ഇപ്പം ഒരു പൊളിറ്റിക്കൽ കമന്റേറ്റർ എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് സ്വയം ചെയ്യുന്ന ഇപ്പം എക്സ്പ്ലെയിൻ പലത്. ഇപ്പോൾ ഞാൻ റീസെന്റ് ഇപ്പൊ കണ്ടു, ബ്രസീലിന്റെ ഒരു വീഡിയോ ഇട്ടു. അത് പൊളിറ്റിക്സ് ആയിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ലാത്ത. അപ്പം സെൽഫായിട്ട് എങ്ങനെ എന്ത് തരം കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് പറയാ? എനിക്ക് എനിക്ക് ഐ മീൻ ബ്രോഡ്ലി എനിക്ക് 4-5 ഏരിയകൾ വളരെ ഇഷ്ടമുള്ള ഏരിയകളുണ്ട്. ഒന്ന് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, അതേപോലെ കൾച്ചർ, ലോ, ഇങ്ങനത്തെ ഫീൽഡ്, അതേപോലെ ജിയോ പൊളിറ്റിക്സ്. ഇതൊക്കെ എനിക്ക് പൊതുവെ താല്പര്യമുള്ള ബ്രോഡ് ഏരിയാസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ സാധാരണ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാറുള്ളത്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് വളരെ നീഷായിട്ടുള്ള ഒരു സാധനത്തില് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും പോയിട്ടില്ല. ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളും കൂടുതൽ പഠിക്കാനും ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഹൗ ഈസ് ഇറ്റ് ഗോയിങ് സോ ഫാർ? ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഉണ്ടെന്ന് അറിയാം. സോ ഫാർ, ഐ മീൻ, ജസ്റ്റ് സ്റ്റാർട്ടഡ് റീസെന്റ്. അത്ര കാലൊന്നും ആയിട്ടില്ല. സോ ഫാർ കുഴപ്പമില്ല, ഫണ്ണാണ്. പിന്നെ വളരെ ഡിമാൻഡിങ് ആണ്. ഡിമാൻഡിങ് ഇൻ ദ സെൻസ്, നമ്മൾ ഡിമാൻഡിങ് അല്ല, ആ സിസ്റ്റം വളരെ ഡിമാൻഡിങ് ആണെന്ന് തോന്നാറുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ അത് അതെ, എക്സാക്ട്ലി. അത് ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആൽഗോരിതത്തിന്റെ ഒരു വർക്ക് ചെയ്യുന്നത് നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്കൊരു ഫീലിംഗ് വരുമല്ലോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അത് ഇടപെടുമ്പോൾ. അപ്പൊ അതിനെപ്പോഴും ഇങ്ങനെ നമ്മൾ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷെ മാത്രം സമയം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു വലിയ ഷെഡ്യൂൾ ഒന്നും വെച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നും, അങ്ങനെ അത്ര അത്ര സീരിയസ് ഒന്നും അല്ല ഇതിനെപ്പറ്റി. അതെ, ഓക്കെ. ഞാനും ലൈക്ക് വൈസ് അത് തന്നെ ഒരു ഹോബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത് അതിൻ്റെതായുള്ള, ഞാൻ സുബിന്റെ ഫസ്റ്റ് എക്സ്പ്ലോററിൽ വന്ന വീഡിയോ ഒരുപക്ഷെ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ് രൺവീർ ഷോയിൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്ന അതായിരിക്കും വന്നത്. അപ്പം പക്ഷേ സ്റ്റിൽ അത് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ ആളുകളിലേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക്.
ഞാൻ അതിനെ പറ്റി ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ ഇതൊരു പാഷൻ പോലെ കാണുന്നുള്ളൂ, അല്ലാതെ ഇതിനു വേണ്ടി ഇനി കൂടുതൽ സ്ട്രെസ് എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഒക്കേഷണലി നമുക്ക് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി നമ്മൾ സാധാരണ ഇപ്പൊ യൂട്യൂബിലൊക്കെ പോയാൽ അവര് ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇത്ര ഷെഡ്യൂളില് ആഴ്ചയിലിടണം, 2 ദിവസം അതെ വീഡിയോ. അതെ ആ രീതി ഒന്നും നടക്കുന്നു തോന്നുന്നില്ല. അതെ. എനിക്ക് തന്നെ ഞാനിപ്പോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റ് മറ്റേ ക്ലിക്ക് ആവാനുള്ള അൽഗോരിതം ക്രാക്ക് ചെയ്യാനുള്ള ഒക്കെ അപ്പൊ അതിലുണ്ട് ചില വാക്കുകൾ ഉപയോഗിക്കരുത്, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ വേണം. ഇസ്രായേൽ ഉപയോഗിച്ചാൽ അൽഗോരിതം ടേക്ക് ഡൗൺ ചെയ്യും. അതൊന്നും നോക്കാനില്ല, ഈ പറഞ്ഞ പോലെ ഹോബി ആയിട്ട് പാഷനായിട്ട് എക്സാക്ട്ലി ഒരു പാഷൻ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ, പിന്നെ അതിലതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ല, അത് പിന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാന് സാധാരണ എടുത്ത വീഡിയോ ഒക്കെ ഇടുന്നതിൽ വളരെ കുറച്ച് വ്യൂ മാത്രമേ ഇസ്രായേൽ, ഗാസ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടാറുള്ളൂ. അപ്പം അത് പെട്ടെന്ന് വീഡിയോന്റെ ക്വാളിറ്റി കുറഞ്ഞത് മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതെ 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 പക്ഷെ അതിനെപ്പറ്റി അത്ര വറീഡ് അല്ല അങ്ങനെ. അതെ, നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നു. അതെ, അതെ. So, പിന്നെ അവളൊരു ഒരു പൊളിറ്റിക്സും ഉണ്ടല്ലോ. അതിപ്പം അതെ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പൊളിറ്റിക്സ് പറയാൻ പറ്റൂലല്ലോ. അതെ എക്സാക്ട്ലി, നമുക്ക് ഓപ്പൺ ആവാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ ഞാന് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഈ ഹോബിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ചെയ്തൊരു ഗസ്റ്റ് മത്തിയാസ് റോഗോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിസ് നാഷണലാണ്, ഫിലോസഫറൊക്കെയാണ്. അപ്പൊ അതിന് അദ്ദേഹത്തിനായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് കുറെ ചെറുതായിട്ട് ഇതേപോലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ ആ തോട്ടിലേക്ക് വന്നത് ഞാൻ എൻ്റെ ഒരു ഹോബിക്ക് ചെയ്യുന്നതാണ്, വർക്കും ലൈഫും ആയിട്ട് തന്നെ കുറെ സ്ട്രെസ് ഉണ്ട്. ഇത് അത് സ്ട്രെസ് ആയിട്ട് ചെയ്യുന്നതിൽ ഒരു മീനിങ് ഇല്ലല്ലോ. അപ്പം എനിവേ ജിയോ പൊളിറ്റിക്സ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് വളരെ റീസെന്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. റീസെന്റ് ആൻഡ് വാലിഡ് ആണ് തോന്നുന്നത് യു എസ് പൊളിറ്റിക്സ്. സ്പെഷ്യലി ഒരു സീരീസ്, നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ കാണുന്ന പോലെയാണ്. ഇപ്പം അവിടെ ഒരു പ്രസിഡൻഷ്യൽ നോമിനിക്ക് അസാസിനേഷൻ, വേറൊരു പ്രസിഡന്റിന്റെ നോമിനേഷൻ പിൻവലിക്കുന്നു, പിന്നെ അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിന്റെ ഉള്ളിൽ വോട്ടിംഗ് ഒന്നും ഇല്ലാതൊരു കാൻഡിഡേറ്റ് വരുന്നു. എന്താണ് ഒരു ടേക്ക് ആയിട്ട് പറയാനുണ്ടാവുക? ഈ യു എസ് പൊളിറ്റിക്സിൽ അത്ര വലിയൊരു ഫൈറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ സത്യത്തിൽ ഒരു പെർസെപ്ഷൻ ആണ്. അതായത് രണ്ട് ഭാഗങ്ങൾ നിൽക്കുന്നു, രണ്ട് ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുന്നു, അവർ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ദർ ആർ ടു പാർട്ടീസ്, ടു കാൻഡിഡേറ്റ്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അതുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ പോളിസീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കാണുന്നത് എന്താണ്? കൂടുതലും സിമിലാരിറ്റീസ് ആണ്. ടേക്ക് ജോ ബൈഡൻ ഫോർ എക്സാമ്പിൾ. ജോ ബൈഡനും ട്രംപും എടുത്തു കഴിഞ്ഞാൽ അവര് ഫോറിൻ പോളിസീസ് നോക്കിക്കഴിഞ്ഞാൽ അവര് ചൈനയോടുള്ള നിലപാട് എന്താണ്? അതില് ഒബ്വിയസ്ലി ഡീറ്റെയിലേക്ക് വരുന്ന സമയത്ത് ഡിഫറൻസുകൾ ഉണ്ടാവും. പക്ഷെ മോർ ഓർ ലെസ് അത് സെയിം ആണ്. അല്ലെങ്കിൽ ഇപ്പം ഇസ്രായേലിനോടുള്ള പോളിസി നോക്കിക്കഴിഞ്ഞാൽ മോർ ഓർ ലെസ് സെയിം ആണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് എപ്പോഴും ചില താല്പര്യങ്ങളുണ്ട്, അമേരിക്കൻ ഇൻട്രസ്റ്റുകളുണ്ട്. ആ ഇൻട്രസ്റ്റുകൾ അമേരിക്കയ്ക്ക് പുറത്തുമുണ്ട്, അമേരിക്കയ്ക്ക് അകത്തുമുണ്ട്. ആ ഇൻട്രസ്റ്റുകൾ മോർ ഓർ ലെസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ രണ്ട് മുഖങ്ങളാണ് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും. ഇപ്പൊ ഡെമോക്രാറ്റ്സ് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയാ സോഫ്റ്റ് സൈഡ് ആയിട്ട് തോന്നുമെങ്കിലും ദ എൻഡ് ഓഫ് ദ ഡേ നോട്ട് മച്ച് ഡിഫറെന്റ്. ഇപ്പോ ഒരു മീമുണ്ട്, അതെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മീമുണ്ട്. അതായത് രണ്ട് എയർപ്ലെയിൻസ് വരുന്നു, ഒന്ന് റിപ്പബ്ലിക്കൻ ഓക്കെ, എയർപ്ലെയിൻസ് വരുന്നു, കണ്ടിട്ടുണ്ട്. ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. ഡെമോക്രാറ്റ്സിന്റെ എയർപ്ലെയിൻസ് വരുന്നു, അതിന്റെ മേലെ LGBTQന്റെ സിംബല്, അങ്ങനെ ഒരുപാട് സിംബൽസ്, പക്ഷെ സെയിം ബോംബ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതെ പിന്നെ ഇപ്പൊ ഈവൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത് ഇപ്പൊ ഒബാമ ഒബാമ വളരെ എന്താ പറയാ ലിബറൽ മുഖമുള്ള, ലോകത്തിന് വളരെ സ്വീകാര്യനായിട്ടുള്ള പ്രസിഡന്റ് ആണ്. പക്ഷെ ഒബാമ മേ ബി ട്രംപ് ഇട്ടേലും അധികം ബോംബുകൾ ഒബാമ ഇട്ടിട്ടുണ്ടാവും. അതെ, ട്രംപ് സ്റ്റാർട്ട് ആ, ചെയ്തതിനേക്കാളും കൂടുതൽ വാർ സ്റ്റാർട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളെ കൊന്നിട്ടുണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡെമോക്രാറ്റ്സ്, റിപ്പബ്ലിക്കൻസ് അത്ര വലിയൊരു വ്യത്യാസമൊന്നും ഇവർക്കിടയിൽ ഇല്ല. അതെ. അത് ഭയങ്കര പോളറൈസിങ് ആണ് യു എസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചത്, സോഷ്യൽ മീഡിയ വരെ ഡിവൈഡ് ആയി ഓൾറെഡി. അപ്പം മുമ്പൊക്കെ എനിക്കൊന്ന് ഫസ്റ്റ് സിവിൽ വാറിന്റെ ടൈമിൽ ഒരു സെക്ഷൻ ഓഫ് ലെറ്റ്സ് എ ബൗണ്ടറി അത് ഇൻവൈഡ് ചെയ്തിട്ട് കീഴടക്കുക എന്നുള്ളതായിരുന്നു സ്ട്രാറ്റജി.
ഇപ്പം സ്ട്രാറ്റജി മൈൻഡ് കീഴടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് യു എസിൽ ഇപ്പം ഒരു ഡിവിഷൻ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു ഭാഗം ആൾക്കാർ ട്രൂത്ത് സോഷ്യൽ, എക്സ്, ട്വിറ്റർ ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റൊരു ഭാഗം ആൾക്കാർ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് രണ്ട് ഭാഗത്ത് കിട്ടുന്ന ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻ, ഈവൻ ദോ സെയിം ഇൻഫർമേഷൻ ആണെങ്കിലും നെറേറ്റീവ് ഡിഫറെന്റ് ആയിരിക്കും. ഉം, അപ്പോൾ ഉം. ഇത് ഒരു യു എസ് എ സിവിൽ വാറിലേക്ക് ലീഡ് ചെയ്യും. പിന്നെ അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സിവിൽ വാർ ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ വോക്ക് വോക്ക്നെസിന്റെ മൈൻഡ് വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ഡിവൈഡിന്റെ ഭാഗമായിട്ടാണെന്നാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുവരുന്നത് യു എസ് ഒരു വേൾഡ് പവർ ആയിട്ടാണ്. യു എസ് ഉം, വേൾഡ് പോലീസ് എന്ന് പറയാം. ഉം. ആരെന്ത് ചെയ്യണം എന്ന് ലോക തീരുമാനിക്കുന്നത്. പോലീസ്. അതെ, ലോക പോലീസ് എന്ന് പറയാം. പക്ഷെ ഇപ്പത്തെ ഒരു പോക്ക് കണ്ടിട്ട് പോലീസും പട്ടാളമൊക്കെ ഇല്ലാതാവുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കുറയുന്ന, പട്ടാളം ഇല്ലാതാവുന്ന പറയുന്നില്ല, അത് പൊട്ടത്തരായി പോകും. ഉം. പക്ഷെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറയുന്ന ആ ഒരു ലെറ്റ്സ് ആ ഒരു ട്രാക്കിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അതായത് ഇപ്പൊ രണ്ടു മൂന്ന് ലോകത്ത് നടക്കുന്ന മൂവ്മെന്റുകൾ നോക്കിയാല് യു എസിന്റെ ഒരു ഡോമിനേഷൻ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, യുക്രൈൻ വാർ. അതായത് ഉഹും. യുക്രൈൻ വാറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എല്ലാ വെസ്റ്റേൺ പവേഴ്സും ഒരുമിച്ച് എതിർത്തു. അമേരിക്ക, ബാക്കി വെസ്റ്റേൺ യൂറോപ്യൻ പവേഴ്സ് എല്ലാവരും ഒരുമിച്ച് എതിർത്തിട്ടും ആക്ച്വലി റഷ്യ ഇസ് വിന്നിങ് ദ വാർ. അതായത് ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് റഷ്യ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വാർ. അപ്പം അത് അതെ, ഒരു 10 വർഷം മുമ്പേ അൺതിങ്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഈ വെസ്റ്റേൺ മൈറ്റിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വേറൊരു രാജ്യത്തിന് ഒരു വാറിലേക്ക് പോവുകയും അത് ഇത്ര സസ്റ്റൈനബിൾ ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് അൺതിങ്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. ചൈന, ഒരു കാലഘട്ടം വരെ അമേരിക്ക കരുതിയിരുന്നത് ചൈന വിൽ ബി ഇൻ കൺട്രോൾ. അതായത് ചൈനയെ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കാം. മാത്രമല്ല, ചൈന കൂടുതൽ റിഫോംസിലേക്കൊക്കെ 70s പോകുന്നതോടെ അവര് ആഫ്റ്റർ എ സ്റ്റേജ് ഇന്റേണലി തന്നെ കൊളാപ്സ് ആയി പോകും എന്നുള്ളൊരു ഡോമിനന്റ് തിങ്കിങ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതും ഇപ്പം എവിടെ എത്താത്ത പോലെയായി. പിന്നെ ഇപ്പം ഈവൻ നമ്മൾ ആഫ്രിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ആഫ്രിക്കയിലൊക്കെ വലിയ മൂവ്മെന്റുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്തേൺ ആഫ്രിക്കയിൽ, ഫ്രാങ്കോഫോൺ ആഫ്രിക്കയിലൊക്കെ ഫ്രഞ്ച് ഡോമിനൻസിനെ അവര് വളരെ കൂളായിട്ട് ഫ്രഞ്ച് ഡോമിനൻസിനെ എതിർത്തുകൊണ്ട് അവരെ ഫെഡറേഷൻസ് ഉണ്ടാക്കുന്നു. ഇപ്പൊ മാലി, ബുർക്കിന ഫാസോ ഈ രാജ്യങ്ങളൊക്കെ അവരൊരു അതെ, ഫെഡറേഷൻ ആയിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാല് ഈ പണ്ടത്തെ പോലെ ഈ ലോകത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അമേരിക്കൻ മൈറ്റ്, അതായത് നമ്മളൊരു 90s ശേഷം നമ്മളൊക്കെ ലൈഫിൽ കണ്ടിട്ടുള്ള ആ ഒരു മൈറ്റ്, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിനു ശേഷമുള്ള മൈറ്റ്, അത് ഏറെക്കുറെ കൊളാപ്സ് ആയി. അത് പക്ഷേ സ്റ്റിൽ അതുകൊണ്ട് എംപയർ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാവുന്നില്ല. കാരണം എംപയറിന് അതെ. 10-60 സ്ഥലത്ത് അമേരിക്കയ്ക്ക് പുറത്ത് തന്നെ മിലിറ്ററി ബേസ് ഉള്ള, ഇത്രയും വലിയ മിലിറ്ററി ഡോമിനന്റ് ആയിട്ടുള്ള, ബാക്കി എല്ലാ സോഫ്റ്റ് പവറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു എംപയർ ഒറ്റ ദിവസം കൊണ്ട് കൊളാപ്സ് ആവുകയല്ല. പക്ഷെ അതിന്റെ ഡീക്കേയിങ് വളരെ വിസിബിൾ ആണ്. അതെ. ഇതില് വേറെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, യൂഷ്വലി എംപയർസ് കൊളാപ്സ് ആവുന്ന എടുത്തു നോക്കിയാൽ, ഇപ്പം റോമൻ എംപയർ ആണെങ്കിലും ബിസന്റീൻ എംപയർ ഷോർട്ട് ലിവ്ഡ് ആണ് തോന്നുന്നു. പക്ഷേ ഇൻ ജനറൽ ഒരു 500 years ഒക്കെ ഏജ് ഉണ്ടാവും. അത് 500 years അവർ റൈസ് ആൻഡ് ഫാൾ വരുന്നത് ഒരു അറൌണ്ട് 500 years ഒക്കെ. പക്ഷെ യു എസിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഒരു 200 years അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. ലെസ് ദാൻ ദാറ്റ് മേ ബി. ആ, ലെസ് ദാൻ. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഫോർ മീ, ഞാൻ പറയാം ടെക്നോളജി ഒരു വലിയ ഇമ്പാക്റ്റ് ആണെന്ന്. ഇൻഫർമേഷൻ പെട്ടെന്ന് ആൾക്കാരുടെ അടുത്ത് എത്തുന്നത്. മേ ബി നമ്മുടെ കാലഘട്ടമാവുന്നതോടെ കൂടുതൽ കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനനുസരിച്ച് ഡൈനാമിക് ആവുന്നുണ്ട് സൊസൈറ്റി. മാത്രല്ല, ഐ ഡോണ്ട് നോ ആക്ച്വലി എന്താണ് അങ്ങനെ ഒരു കാലഘട്ടം കുറയുന്നതെന്നുള്ള. ഐ ഡോണ്ട് നോ, ഐ നീഡ് ടു തിങ്ക്. അതെ, അതെ. അത് ജസ്റ്റ് എന്താ പറയാ, പറഞ്ഞ പോലെ ടെക്നോളജി ഒരു റീസൺ ആവാം. ലൈക്ക് ഇപ്പൊ മുമ്പൊക്കെ ഒരു ഒക്കെ നടന്നാൽ ഇൻഫർമേഷൻ ഒക്കെ എത്തിപ്പെടണ്ടേ, മെയിലായിട്ടും ലെറ്റർ ആയിട്ടും, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് എങ്ങനെയാണ് ഇൻഫർമേഷൻ പോയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ജസ്റ്റ് ഇൻ സെക്കൻഡ്സ് അല്ലെ. ബൈഡൻ 5 ദിവസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു, പബ്ലിക്കിൽ എത്തിയിട്ടില്ല കാരണം ഇന്ന് മോർണിംഗിൽ ട്വിറ്റർ തുറന്നപ്പം ബൈഡൻ ഫ്ലൈറ്റ് കയറുന്നുണ്ട്. ലൈക്ക് ഭയങ്കര ലൈവ് ആണല്ലോ. അപ്പം അതൊരു റീസൺ ആയിരിക്കാം. എനിവേ, ഈ വരുന്ന യു എസ് എലക്ഷൻ പ്രഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ട്രംപ് ജയിക്കും.
ട്രംപ് എന്നാണ് ജയിക്കും. വിചാരിക്കുന്നത്. എല്ലാരും വിചാരിക്കുന്നത് പോലെ ട്രംപ് ജയിക്കാനാണ് സാധ്യത. ആ അതെ അതെ, ട്രംപ് ആക്ച്വലി ജയിച്ചാൽ പേഴ്സണലി ഞാൻ അതിൽ അത്ര വലിയൊരു എന്താ പറയാ, ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തില്ലാത്ത എന്തോ ഒരു പ്രശ്നം പുതിയതായിട്ട് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു നാരേറ്റീവ് ഉണ്ടല്ലോ. അതായത് അതെ ഡെമോക്രാറ്റ്സ് റെപ്രസെന്റ് സംതിങ് പ്രോഗ്രസീവ് എന്നുള്ളൊരു നാരേറ്റീവ് ഞാൻ അതിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഗാസയിൽ നടക്കുന്നതിനെ നോക്കിക്കഴിഞ്ഞാൽ ഡെമോക്രാറ്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നു സത്യത്തില് ഗാസയില് മിലിറ്ററി എയ്ഡ് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ എല്ലാ ഒരുപക്ഷെ ഈവൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ്സിനെ കാട്ടും കഴിഞ്ഞൊരു 10, 30, 40 വർഷത്തെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ്സിനെ കാട്ടും അല്ലെങ്കിൽ ബാക്കി എല്ലാ പ്രസിഡന്റ്സിനെ കാട്ടും പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു ജോ ബൈഡൻ. അപ്പം അതെ ഡെമോക്രാറ്റ്സ് ആവുന്നതോടെ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രസീവ് മുഖത്തിലേക്ക് അമേരിക്ക വരും എന്നുള്ളത് അമേരിക്കയ്ക്ക് പുറത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഒട്ടും അതിലൊരു അർത്ഥമില്ല. എല്ലാ വോറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെമോക്രാറ്റ്സ് ഈക്വലി പാർട്ടിസിപ്പേറ്റഡ് ആണ് എല്ലാ വോർ അതെ എഫേർട്ടിലും. അതെ. പിന്നെ അമേരിക്കന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാലും ഓഫ് കോഴ്സ് സം പോളിസി, ഇപ്പം ലേബർ ചില പോളിസികൾ ടാക്സ് പോളിസിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും ഫണ്ടമെന്റലി അമേരിക്കയിലെ ക്ലാസ് സ്ട്രക്ചറിനെ മാറ്റുന്ന തരത്തിലൊന്നുള്ള ഒരു എഫേർട്ടും ഡെമോക്രാറ്റ്സ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് വന്നു കഴിഞ്ഞാലും നടക്കാൻ പോകുന്നില്ല. ഇതൊരു കോമൺ ഫീച്ചറാണ് ഒട്ടുമിക്ക ഡെമോക്രസികളിലും. അതായത് അതെ ഒട്ടുമിക്ക ഡെമോക്രസികളിലെയും ലീഡിംഗ് പാർട്ടികളുടെ ഇക്കണോമിക് പോളിസീസ് മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. അതില് നിറ്റിഗ്രിറ്റീസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം UK നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇടതുപക്ഷ അതിന് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ അതെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ലേബർ കൺസർവേറ്റീവ് പാർട്ടികളുടെ ഇക്കണോമിക് പോളിസി നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ കൺസെൻസസ്. ഇതിപ്പോ ഇന്ത്യയിലായി കഴിഞ്ഞാൽ ഇപ്പൊ BJP, കോൺഗ്രസ് ഈ രണ്ട് പാർട്ടികളുടെയും ഓഫ് കോഴ്സ് ചില സോഷ്യൽ അല്ലെങ്കിൽ പോളിസികളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ the end of the day, economic policy more or less the same. ഉം ഉം. Uh, both of them, I mean, both of them endorsed liberalization, privatization. പോളിസികളിൽ നിന്ന് അത്ര വ്യത്യാസമൊന്നുമില്ല ഇപ്പം രണ്ട് പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാലും. അതെ മോറൽ ആയിട്ടുള്ളത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക് മെയിൻ ചേഞ്ച് വരെ ഡൊമസ്റ്റിക്കലി ആയിരിക്കും യുഎസിൽ. ഇപ്പം ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ Yeah. പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എവറിത്തിങ് മൈറ്റ് ബി ദ സെയിം. പക്ഷേ Yeah. ഈ പറഞ്ഞ പോലെ ഈ ഒരു വോക്ക്നെസ് അല്ലെങ്കിൽ ഓവർ ഓൾ ആയിട്ടുള്ള LGBTQ ക്യാമ്പയിൻ ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു ഡെമോക്രാറ്റ്സിന്റെ ഒക്കെ ഒരു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഒരു ഭാഗം, ഒരു സ്ലോഗൻ ആയിട്ട് തന്നെ അവരതാണ് യൂസ് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നതൊക്കെ പോലെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പം അവർ അതൊക്കെ തൊടിച്ച് മാറ്റണം. അതും കുറച്ച് എക്സ്ട്രീം ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈവൻ US മൈഗ്രേഷൻ വരെ ബ്ലൂ സ്റ്റേറ്റ്സ്, ഡെമോക്രാറ്റ്സ് നിൽക്കുന്ന സ്റ്റേറ്റ്സിൽ നിന്നും ആളുകൾ റെഡ് സ്റ്റേറ്റ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും അവിടുത്തെ എന്താ പറയുക ലിവിങ് കണ്ടീഷൻസും അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനും സഹിക്കാൻ പറ്റാണ്ട്. അപ്പൊ അതിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വോക്ക് എന്ന് പറയുന്ന ടേമിന്റെ ഒരു പ്രശ്നം, ഇത് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇപ്പൊ നമ്മള് എക്സാക്ട്ലി. എന്താണ് എക്സാക്ട്ലി വോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷനാണ് വോക്ക് എന്ന് പറയുന്ന ടേമിനുള്ളത്. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്യാം. നീ വോക്കാണല്ലേ, ഞാൻ വോക്കാണെന്ന് പറഞ്ഞാൽ അതെ അതെ അങ്ങോട്ടും അതെ. ഇങ്ങോട്ടും അക്യൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷെ എന്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ വോക്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്ന ഈ എക്സ്ട്രീം ചില ലോജിക്കുകൾ ഉണ്ടല്ലോ, എക്സ്ട്രീം ലോജിക്കുകൾ. ഈ എക്സ്ട്രീം ലോജിക്കുകള് എന്താണ് ഒരു പടകൊക്കെ പൊട്ടുന്ന വെക്കല്? എന്തോ ഒരു പടക്കമൊക്കെ, അതെന്തോ സംഭവം, എനിക്കറിയില്ല. 18 എത്ര സമയമാകുമ്പോ പടക്കം പൊട്ടുന്നതാണോ? അറിയില്ല. നോ ഐഡിയ. പ്രശ്നമില്ല. ഈ കണ്ടിന്യൂ. എക്സ്ട്രീം ലോജിക്കുകളുടെ ഈ വോക്ക് പൊളിറ്റിക്സിന്റെ, ഐ മീൻ സോ കോൾഡ് വോക്ക് പൊളിറ്റിക്സിന്റെ എക്സ്ട്രീം ലോജിക്കുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കൺസർവേറ്റീവ് സെക്ഷന്റെ പൊളിറ്റിക്സ് വളരെ ഈസി ആക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു കോൺക്രീറ്റ് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ അമേരിക്കയിലൊക്കെ ചില ആളുകൾ പറയുന്നത് എന്നെ ഒരു വൂൾഫായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ചില കുട്ടികളെ ഒക്കെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഞാൻ വൂൾഫാണ്, അപ്പൊ എന്നെ അങ്ങനെ കോൾ ചെയ്യണം, എന്നെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രീം എക്സാമ്പിൾസ് ആണ്. പക്ഷെ ഇങ്ങനത്തെ എക്സ്ട്രീം എക്സാമ്പിൾസ് കൺസർവേറ്റീവ് സെക്ഷൻസ് വളരെ എളുപ്പത്തിൽ അതിനെ പ്രൊജക്ട് ചെയ്യും. അതിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇതാണ് മൊത്തത്തിൽ ഉള്ളത് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കും. മാത്രമല്ല അവരെ എന്താ പറയാ ടേഫ് വളരെ ഈസി ആവുകയും ചെയ്യും.
കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്ട്രീം സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കോമൺ മാനെ സംബന്ധിച്ച് ഇതെന്താണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും പോകും. രാവിലെ അതെ വന്ന് ഒരുത്തൻ പറയുന്നത് ഞാൻ വൂൾഫാണ്, രാത്രി പറയുന്നത് ഞാൻ വേറെ സൂപ്പർ ഹീറോ ആണ്, മറ്റന്നാൾ പറയുന്നത് ഞാൻ വേറെ എന്തോ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സാധനങ്ങളെ വളരെ എളുപ്പമാക്കും. അപ്പം വോക്ക് എന്ന് പറയുന്ന, ഐ മീൻ ഇത്തരം രാഷ്ട്രീയം നമ്മള് പ്രത്യേകിച്ച് കൺസർവേറ്റീവ് പാർട്ടികളോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഇത്തരം സാധനങ്ങളെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതെ. ഓക്കെ. എനിക്ക് അതേപോലെ എത്രത്തോളം സുദീപ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ റോബർട്ട് കെനഡി ഏറ്റവും ഫെമിലിയർ ആണോ? റോബർട്ട് കെനഡി ജൂനിയർ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഡെമോക്രാറ്റ് ആയിരുന്നു, പക്ഷേ സെൻട്രിസ്റ്റ് ആയത് കാരണം, ലൈക്ക് ലെഫ്റ്റും അല്ല റൈറ്റും അല്ല, ഒരു സെൻട്രിസ്റ്റ്. അപ്പൊ അയാള് റിപ്പബ്ലിക്കൻസിന്റെ ചില പോളിസീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോറൽ വാല്യൂസോ ആയിട്ട് അഗ്രി ചെയ്യുന്നത് കാരണം എന്നുള്ളത് എൻ്റെ അടുത്ത് വെരിഫൈഡ് സോഴ്സ് ഒന്നല്ല, ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പുറത്ത് പോയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്തത്. വളരെ ഇൻട്രസ്റ്റിങ്ങും ട്രംപും ബൈഡനൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഇന്റലിജന്റും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ കെജ്രിവാളിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷെ ആ ഒരു എന്താ പറയാ, ഒരു മിഡ് സെക്ഷനിലൊക്കെ വരുന്ന ഒരു കാൻഡിഡേറ്റ്. പക്ഷെ അയാൾ എടുത്തു നോക്കിയാലും ഇസ്രായേലിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ സെയിം പോളിസിയാണ്. റഷ്യ അതാണ് ഞാൻ ഉക്രൈൻ. പറഞ്ഞത്. സി അമേരിക്ക ഇസ് റൺ ബൈ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ്. പ്രസിഡൻസ് മാറി വരും, പാർട്ടികൾ മാറി വരും, പക്ഷെ ചില കോർ പ്രിൻസിപ്പിൾസ് വിൽ റിമൈൻ ദ സെയിം. അത് ടു എൻ എക്സ്റ്റെന്റ് ട്രംപ് ഒരു കാൻഡിഡേറ്റ് ആണ് അതിനെ ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ട്രംപ് അവസാനം അതിനോട് സക്കംബ് ചെയ്യാണ് ചെയ്തത്. അതെ അപ്പൊ എത്രമാത്രം സാധിക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ ആര് വന്നു കഴിഞ്ഞാലും ആ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് മാറണമെങ്കിൽ ഇനി വേറെ വല്ല റെവല്യൂഷനൊക്കെ നടന്ന് അത്തരത്തിൽ അമേരിക്കൻ സ്ട്രക്ചറിനെ എൻറ്റയർലി മാറുന്ന ഒരു ചേഞ്ച് ഒക്കെ വരണം. അല്ലാതെ ഈ ഡെമോക്രാറ്റിക് വോട്ടിംഗ് ഇന്നത്തെ ഈ സോക്കോൾഡ് അമേരിക്കൻ ഡെമോക്രസിയിലൂടെ അത്തരം ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഞാനൊരു 2 വീക്ക് മുമ്പ് ഒരു അമേരിക്കനെ മീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അമേരിക്കനെ മീറ്റ് ചെയ്താൽ എന്തായാലും പൊളിറ്റിക്സിലേക്ക് സംസാരം പോകുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പം അവൻ പറഞ്ഞത് 10 years ഓർ 15 years ഇതിൻ്റെ ഉള്ളിൽ ഉം. അമേരിക്ക സ്പ്ലിറ്റ് ആവുന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞത് മാറിയിട്ട് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ എന്നൊക്കെ പറയുന്ന പോലെ ഇതാവും. അപ്പൊ അവൻ പറഞ്ഞ അവന് കാലിഫോർണിയയിൽ നിന്നാണ്. ഉം. കാലിഫോർണിയന്റെ പോപ്പുലേഷൻ മാത്രം എടുത്തു നോക്കിയാൽ USA സ്പ്ലിറ്റ് ആയാൽ 5th ബിഗ്ഗസ്റ്റ് GDP ഉം. ഏറ്റവുമാണ് വേൾഡിൽ വരാം, കാലിഫോർണിയ മാത്രം ഒരു കൺട്രി ആയാല്. അപ്പോ അത് കേട്ടപ്പം എന്താ പറയാ, സ്കേറി ആണോ എന്ന് ചോദിച്ചാൽ സ്കേറി ആണ്. കാരണം USA എങ്ങനെയൊക്കെയോ ആയിട്ട് നമ്മുടെ ലൈഫൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പറഞ്ഞാലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് യൂറോപ്പിൽ നിൽക്കുമ്പോൾ കേട്ടോ. ഇവിടെ ഉക്രൈന് തൊട്ടടുത്ത് നിൽക്കാണ്. നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കാണുന്നതെന്ന് പറഞ്ഞാല് അവരെ ഡോളർ കൺട്രോൾ നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു അതെ കാര്യമാണ്. അതെ കാരണം നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ എ പോസിറ്റീവ് സെൻസ്, എക്സ്ട്രീംലി നെഗറ്റീവ് സെൻസിൽ അതെ അതെ ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ്. നമ്മളെ 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 നമ്മൾ നല്ല ലോകത്തെ ഏത് തേർഡ് വേൾഡ് അല്ലെങ്കിൽ നോൺ വെസ്റ്റേൺ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഡോളറിന്റെ കൺട്രോൾ. അമേരിക്കൻ മിലിറ്ററി മൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വി ഓൺലി ഹാഡ് എ ത്രെട്ട്, മേ ബി സെക്കൻഡ് പാകിസ്ഥാൻ വാറിൽ ഒരു ത്രെട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇനവർ ആ രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് അത് ചെയ്തിട്ടില്ല. എന്തായിരുന്നു അത്രറ്റ്? അതായത് ഇന്ത്യ ബംഗ്ലാദേശിൽ ഇന്റർവ്യൂൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയെ ആ, അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഓക്കെ ഇന്ദിരാഗാന്ധി വെൻ ടു USSR. ഓക്കെ. സോ ഇന്ദിരാഗാന്ധി വെൻ ടു USSR. അപ്പൊ ഇന്ദിരാഗാന്ധി ഇന്ത്യയും, ഐ മീൻ സോവിയറ്റ് യൂണിയനും ഇന്ത്യ ഒരു പാക്ട് സൈൻ ചെയ്യുന്നു. അപ്പൊ സോവിയറ്റ് യൂണിയൻ, ഐ മീൻ അപ്പൊ പിന്നെ അതൊരു കോൾഡ് വാർ ഇഷ്യൂ ആയല്ലോ. അമേരിക്ക ഇന്റർവ്യൂൻ ചെയ്ത സോവിയറ്റ് യൂണിയനെ ഇന്റർവ്യൂൻ ചെയ്യുന്നുള്ളത് കൊണ്ട് അമേരിക്ക ഇന്റർവ്യൂൻ ചെയ്തില്ല. ഓക്കെ. അതുകൊണ്ടാണോ ഇന്ത്യ എപ്പോഴും റഷ്യ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്? അതൊരു ഫാക്ടറാണോ? അതൊരു ഫാക്ടറാണ്. അത് മാത്രമല്ല, ഐ മീൻ സി ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത് റഷ്യയാണ്. ഐ മീൻ സോവിയറ്റ് യൂണിയൻ ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യം. അമേരിക്കയൊന്നും ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ
ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമല്ല അമേരിക്ക. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നല്ല, ഐ മീൻ തേർഡ് വേൾഡ് ഇൻഡിപെൻഡൻസിന്, തേർഡ് വേൾഡ് മൂവ്മെന്റുകളൊന്നും സപ്പോർട്ട് ചെയ്തതല്ല അമേരിക്കന്റെ ഒന്നും ചരിത്രം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തേർഡ് വേൾഡിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു സ്വാഭാവികമായിട്ട് അവരെ അലായ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അത് ആയുധത്തിന്റെ രൂപത്തിൽ സപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്, ഐഡിയോളജിന്റെ രൂപത്തിൽ സപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കും അങ്ങനത്തെ ഒരു ഷെയർഡ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെന്റിന് ചെയ്ത സഹായങ്ങൾ, അങ്ങനെ ഒരു വലിയ ഹിസ്റ്ററിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു റഷ്യൻ ഇന്ത്യൻ കണക്ഷൻ. ഈവൻ കൾച്ചറലി പോലും ഉണ്ട്. ഐ മീൻ ഇന്ത്യൻ മൂവി, ബോളിവുഡ് ഒക്കെ റഷ്യയിൽ വളരെ പോപ്പുലർ ആണ്. ഐ മീൻ സോവിയറ്റ് യൂണിയൻ അത്ര വലിയൊരു കൊമേഴ്ഷ്യൽ മൂവി ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ മൂവീസ് അവര് വളരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഇന്ത്യൻ ഇനി ഇപ്പം യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഫോർ എവർ വാർസ്. ഉം, എപ്പോഴും ഒരു എന്താ പറയാ, ഓൾ ടൈം ഓൺ ഗോയിങ് സംഭവമാണ്. ഇപ്പം ഇസ്രായേൽ ഗസ, അതിൽ എന്താണ് ഒരു ഔട്ട്കം കാണുന്നത്? സ്പെഷ്യലി ഇപ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര റെലവെന്റ് ആണ്, കാരണം ഐ തിങ്ക് ടുഡേ നെതന്യാഹു ഈസ് ഇൻ USA. yeah. ഔട്ട്കം, ഐ മീൻ ഔട്ട്കം നമുക്ക് അങ്ങനെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരിക്കും അതിലെ ഔട്ട്കം എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ 4-5 സൊല്യൂഷൻസ് ആണ് പൊതുവെ ഇത്രയും കാലം കൊണ്ട് വന്നിട്ടുള്ളത്. 2-3 സൊല്യൂഷൻസ്. അതില് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ്. അതായത് ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് നിൽക്കുക, ഒരു സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ത്യ അല്ലെങ്കിൽ ഈവൻ അമേരിക്ക, അങ്ങനെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. പക്ഷെ ഞാൻ പേഴ്സണലി ആ സൊല്യൂഷൻ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരാളാണ്. റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് ആ ഒരു സൊല്യൂഷൻ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. പ്രൊവൈഡഡ് 2-3 ഐ മീൻ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ന് കാണുന്ന ഇസ്രായേലായിട്ട് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല 2 സ്റ്റേറ്റ് സൊല്യൂഷനിൽ. കാരണം ഇസ്രായേലിന്റെ ഫണ്ടമെന്റൽ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ യൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഫണ്ടമെന്റൽ ഐഡിയോളജി. മാത്രമല്ല പലസ്തീൻ നിൽക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും തങ്ങളുടേതാണെന്നുള്ളതാണ് ആ ഐഡിയോളജിനെ നിലനിർത്തുന്ന സാധനം. ഇത് രണ്ടും ഒരുമിച്ച് മാത്രമേ പോകൂ. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഇസ്രായേൽ ഫണ്ടമെന്റലി, ഇസ്രായേലിന്റെ നേച്ചർ തന്നെ മാറണം. ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രൊജക്ട് തന്നെ ഫണ്ടമെന്റലി മാറാത്തൊരു സാഹചര്യത്തില് ഇന്ന് ഇസ്രായേലായിട്ട് നിലനിന്നുകൊണ്ട് അവര് നിങ്ങൾ ഒരു പാലസ്തീൻ ഉണ്ടാക്കിക്കോളൂ എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല. അത് കഴിഞ്ഞൊരു 10-50 കൊല്ലത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ എഫേർട്ടുകളെയും കൊളാപ്സ് ചെയ്യുന്ന ഐ മീൻ തകർക്കുന്ന ഇസ്രായേൽ തന്നെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഇസ്രായേൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഈവൻ ഐ മീൻ പേപ്പറിൽ ചില സാഹചര്യങ്ങളിൽ പറയുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് സൊല്യൂഷൻ? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 സ്റ്റേറ്റ് സൊല്യൂഷൻ. 1 സ്റ്റേറ്റ് സൊല്യൂഷൻ 2 തരത്തിലാവാം. 1 സ്റ്റേറ്റ് സൊല്യൂഷൻ ഒന്നെങ്കിൽ ഇപ്പം പലസ്തീനിയൻ റെസിസ്റ്റൻസിലൊക്കെ പലരും പറഞ്ഞിരുന്ന പോലെ, അല്ലെ ഇപ്പോഴും പറയുന്ന പോലെ, ഒരു പാലസ്തീൻ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഡിസ്മാൻറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ അത് ഇല്ലാതായി അതിന് പകരം പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ രാജ്യമായിട്ട് മാറുന്നുള്ളത്. അത് മാറുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത്തരത്തിലും പവർഫുൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പാലസ്തീൻ ഇല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ മൈറ്റി ഒരു മിലിറ്ററി, അതേപോലെ ജിയോ പൊളിറ്റിക്കൽ പവറിനെ ഡിഫീറ്റ് ചെയ്യാൻ തക്ക വലിയൊരു റെസിസ്റ്റൻസ് പവർ നിലവിൽ എന്തായാലും പാലസ്തീനിയൻ റെസിസ്റ്റൻസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം അറ്റ്ലീസ്റ്റ് ഇൻ നിയർ ഫ്യൂച്ചർ ഫീസിബിൾ ആണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇസ്രായേലിന് ഒരുപാട് എക്സിസ്റ്റൻഷ്യൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇസ്രായേൽ. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ മൈറ്റ് എൻഡ് ചെയ്യാണ്. അമേരിക്കൻ മൈറ്റ് എൻഡ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ അത് ഇന്ന് കാണുന്ന അത്ര പോലും ശക്തി ഇല്ലാതെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തില്, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഫോറിൻ സ്ഥലങ്ങളിൽ ഇടപെടൽ നടത്താൻ പറ്റുന്നത് അത്രയും ലിമിറ്റഡ് ആവുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യമാണ്.
കാരണം അതെ ചുറ്റിലും ഹോസ്റ്റൈൽ ആയിട്ടുള്ള രാജ്യങ്ങൾ പലർക്കും ഐ മീൻ ചരിത്രത്തിൽ നമുക്ക് പല രീതിയിൽ വായിക്കാം. പലരും കരുതുന്നത് ഈ 7-8 രാജ്യങ്ങളെ ഒറ്റയ്ക്ക് ഇസ്രായേൽ അടിച്ച് നമ്മളൊരു സിനിമാ കഥ പോലെ ഇസ്രായേൽ ഒറ്റയ്ക്ക് എല്ലാവരും അടിച്ചു വീഴ്ത്തി മറ്റേ KGF റോക്കി ബായ് വരുന്ന പോലെ വരികയാണെന്നൊക്കെ ചരിത്രത്തിനെ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും അത്ര ഐ മീൻ ഫസ്റ്റ് ഓഫ് ഓൾ അറബ് രാജ്യങ്ങളൊന്നും ആ യുദ്ധങ്ങളിൽ ഭൂരിപക്ഷ അറബ് രാജ്യങ്ങളും അത്ര ആത്മാർത്ഥതയോടെ യുദ്ധം ചെയ്തിട്ടില്ല. മാത്രമല്ല ഉം. ഇസ്രായേലിന് എല്ലാ കാലത്തും നല്ല രീതിയിലുള്ള സപ്പോർട്ട് പുറമെ അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതെ ഇതൊക്കെയാണ് ഇസ്രായേലിനെ ജയിപ്പിക്കുന്ന ഘടകങ്ങൾ. പക്ഷെ അമേരിക്കൻ മൈറ്റൊക്കെ അവസാനിക്കുന്ന അല്ലെങ്കിൽ അത് ഇന്ന് കാണുന്ന അത്ര ശക്തി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ത് ചെയ്യുന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇസ്രായേലിന് ഫണ്ടമെന്റലി ഒരുപാട് എനിമീസ് ഉണ്ട്. ഇപ്പോൾ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു എനിമി ഉണ്ട്. അതെ മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ യമൻ യമൻ ഒരു സിവിൽ വാറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗം യമൻ, അവര് മിസൈൽ അയച്ച ആ മിസൈൽ പോലും ഇസ്രായേലിൽ ഇപ്പൊ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ അതായത് എത്ര ദൂരത്തു നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത് എന്നുള്ളത് നോക്കണം. മാത്രമല്ല ഇസ്രായേൽ അവരെ പബ്ലിക് റിലേഷൻസിന്റെ എന്താ പറയാ ഒരു ഡിസാസ്റ്റർ കാരണം ഇന്ന് ലോകം മൊത്തം കണ്ടു കഴിഞ്ഞു ഇസ്രായേൽ എന്താണെന്നുള്ളത്. അതെ ഇത്രയും കാലം അവരെ പിടിച്ചു നിർത്തിയത് ഒരു ആ PR ഇ- ക്യാമ്പയിൻ ആയിരുന്നു. ഇത്രയും കാലം ഇസ്രായേൽ പലപ്പോഴും എന്താ പറയാ അവരൊരു വിക്ടിം ഫുഡൊക്കെ അവർക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇനിയിപ്പം ലോകത്ത് ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുള്ളത് ഐ മീൻ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ സ്റ്റിൽ സപ്പോർട്ട് ചെയ്യായിരിക്കും. അതല്ലാതെ കോമൺ പീപ്പിൾ എവിടെയെങ്കിലും ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുള്ളത് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം അതെ അത്രയധികം കാരണം ഇത് സത്യത്തിൽ പാലസ്തീനിയൻ റെസിസ്റ്റൻസിന്റെ അവരെ PR-ന്റെ വിജയം പോലും അല്ല. ഒരിക്കലും അല്ല. IDF-ന്റെ സോൾജിയേഴ്സ് അവര് ബോംബിടുന്നു അല്ലെങ്കിൽ ആളെ കൊല്ലുന്നു. ഇത് ടിക്ടോക്ക് ഐ മീൻ അവരെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പല സാധനങ്ങളും ലോകം അറിയുന്നത്. അതായത് അതെ ഇപ്പൊ അതെ ചില റീലൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇവര് അതായത് ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു IDF സോൾജിയർ ചുമ്മാ ഒരു രസത്തിന് ഒരു മിസൈല് അല്ല ഐ മീൻ ഒരു ടാങ്ക് ഒരു ഫയർ ചെയ്യും. പക്ഷെ ഇത് ഫയർ ചെയ്യുന്നത് കാണുന്ന ഒരു കോമൺ അമേരിക്കക്കാരന്റെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അവന് ജോലി ഉണ്ടാവില്ല, അല്ലെ അവന് സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നില്ല, ഫുഡ് സ്റ്റാമ്പ് പോലും കിട്ടുന്നില്ല. അപ്പൊ അവനറിയാം അവന്റെ ഗവൺമെന്റ് ആണ് ഈ ടിക്ടോക്ക് ഐ മീൻ ഇൻസ്റ്റഗ്രാം റീലിൽ ഇവർക്ക് ചുമ്മാ ഐ മീൻ ടാങ്ക് വെടിവെക്കാൻ വേണ്ടി ഫണ്ട് ചെയ്യുന്നുള്ള അറിയുന്ന സമയത്ത് അവനുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ലോകം മൊത്തം ഇന്ന് മുസ്ലിം ജനസമൂഹങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ബാക്കി ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ഉണ്ട്, തേർഡ് വേൾഡിൽ മൊത്തം ഇസ്രായേലിനെതിരെ ഉണ്ടാവുന്ന ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതെ ഇസ്രായേലിന് വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു അപൂർവ രാജ്യം ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും. അത് അതെ അതിന് ഇന്ത്യനെ അതിൻ്റെതായുള്ള റാങ്കിങ്ങിന് കാരണങ്ങളുണ്ട്. അതെ ഒരു കോമണാലിറ്റി ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം ഇന്ന് ഇസ്രായേലിന് എതിരായിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് 2-3 ഓപ്ഷൻസേ ഉള്ളൂ. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആയിട്ട് തുടരുക. അതായത് അപ്പാർത്തൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് തന്നെ റേസിന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഐഡന്റിറ്റികളുടെയോ അടിസ്ഥാനത്തിൽ 2 തരം നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യം. ഒരു ഉദാഹരണത്തിന് സൗത്ത് ആഫ്രിക്ക അതെ അതെ 1994 വരെയുള്ള സൗത്ത് ആഫ്രിക്ക. ബ്ലാക്സിന് ഒരു നിയമം, ഇന്ത്യക്കാർക്ക് ഒരു നിയമം, വെള്ളക്കാർക്ക് ഒരു നിയമം, അങ്ങനത്തെ രീതികൾ. അപ്പോൾ നിലവിൽ ഇസ്രായേൽ ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആണ്. അതായത് അവരെ അവകാശങ്ങള് കാര്യങ്ങളിലും ഒക്കെ കൃത്യമായിട്ടുള്ള വിഭജനം ഈ പാലസ്റ്റീനിയൻസിനും അല്ലാത്തവർക്കുമായിട്ടുള്ള രീതിയിൽ ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആയിട്ട് തുടരുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് മേ ബി അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാല് എത്നിക്കലി ക്ലെൻസ് ചെയ്യാം. അതെ അതായത് പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒരു ത്രെട്ടിനെ ഇല്ലാതാക്കുക. അതാണ് ആക്ച്വലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തില് അതുകൊണ്ടാണ് അവരെപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് പോയിക്കൂടെ, നിങ്ങൾക്ക് ഈജിപ്തിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലേക്ക് പോട്ടെ, മറ്റേടത്തേക്ക് പോട്ടെ എന്നൊക്കെ പറയുന്ന ഐ മീൻ അവരെ പ്രൊപ്പഗാൻഡയിൽ എപ്പോഴും കേൾക്കുന്ന സാധനമാണ് അറബ് രാജ്യങ്ങൾ എന്താണ് ഇവരെ സ്വീകരിക്കാത്തത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം അവർക്ക് ഈ അതെ ഇതിന്റെ ഒരു റിയലിസ്റ്റിക്കലി എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രേറ്റർ ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ രാജ്യം, വെസ്റ്റ് ബാങ്ക്, ഗാസ, ഈ ഗ്രേറ്റർ ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ ഇസ്രായേലി പോപ്പുലേഷൻ പാലസ്റ്റീനിയൻ പോപ്പുലേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിലേക്ക് പോവാൻ ഒരിക്കലും ഇസ്രായേൽ എസ്റ്റാബ്ലിഷ്മെന്റ് തയ്യാറല്ല. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ വോട്ടിംഗ് അധികാരം, എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആവാൻ അവർക്ക് സാധിക്കില്ല ഈ ഗ്രേറ്റർ ഇസ്രായേലിനുള്ളിൽ.
അപ്പൊ ആ അത് ഗ്രേറ്റർ ഇസ്രായേലിലെ കഴിയൂല. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട്, കാരണം ആ ഒരു ജൂയിഷ് സ്റ്റേറ്റ് ജസ്റ്റ് ഫോർ ജ്യൂസ് അതെ ആണ് ആ ഒരു കൺട്രി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ആ, ആ ഒരു മൊറാലിറ്റി ആയിട്ട്, ആ ഒരു ബേസിക് നീഡായിട്ട് അത് എന്തായാലും ഒത്തുപോകില്ലല്ലോ. ആ, അത് ഒരിക്കലും നിലനിൽക്കില്ല. അപ്പോൾ ഉള്ള ആകെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്നിക്കലി ക്ലെൻസ് ചെയ്യുക, ഈ സമൂഹത്തിനെ ഇല്ലാതാക്കുക. അതെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അവിടെ അവസാനിക്കും. പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഇത് 1000 10,000 ആളെ കൊന്നാ പോരാ നിങ്ങൾക്ക്. അതെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുക അല്ലെങ്കിൽ നാട് കടത്തുകയൊക്കെ ചെയ്യണം. അതെ ഐ മീൻ അവരതിനെ പറ്റി ചിന്തിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവര് ഉടനീളം അവരുടെ ചരിത്രത്തിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ പക്ഷെ അത് ഇപ്പോഴും അത് ഒരു ആ, പ്ലാൻഡ് ആയിട്ട് അതിലേക്ക് തന്നെയാണ് അതെ പോകുന്നത്. അതെ. ഡേ ബൈ ഡേ ഇത്ര ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതാ എനിക്കതാണ് തോന്നുന്നത്, ജസ്റ്റ് ടു ബി ഓപ്പൺ. പക്ഷെ അതത്ര എളുപ്പമല്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ യുദ്ധം തുടങ്ങുമ്പോൾ എന്തായിരുന്നു അവരെ ഗോൾ? അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ഹമാസ്. എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ലോകത്ത് ആരെങ്കിലും ആ, എന്താ പറയാ ഹമാസ് എലിമിനേറ്റഡ് ആയി എന്ന് അംഗീകരിക്കുന്നു. അതെ ഹമാസ് സ്റ്റിൽ ആക്റ്റീവ്. ഇൻഫാക്ട് അവർക്ക് കൂടുതൽ എന്താ പറയാ പലസ്തീനിയൻസിന്റെ ഉള്ളിൽ ഒരുപക്ഷെ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അല്ലെ പലസ്തീനിയൻ അതെ വയലന്റ് റെസിസ്റ്റൻസിന് ഇനി കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നു. ലോകത്ത് നിന്ന് മൊത്തം പാലസ്തീനിയൻ റെസിസ്റ്റൻസിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന കാലഘട്ടം വരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു തൊട്ട് മുമ്പേ ഉള്ള ഒരു അവസ്ഥ, ഈ മിഡിൽ ഈസ്റ്റിലെ അവസ്ഥയും കൂടി നോക്കിയാൽ നമുക്കത് കൃത്യം മനസ്സിലാവും. ഇതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പലസ്തീനിയൻ ഇഷ്യൂ എല്ലാ കാലത്തും മിഡിൽ ഈസ്റ്റിന്റെ പൊളിറ്റിക്സിനെ ഡ്രൈവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറെക്കുറെ എന്താ പറയാ ഒരു വിസ്മൃതിയിലേക്കായിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ ഒക്ടോബർ 7 മുമ്പേ ഉള്ള ഒരു സമയം. മുമ്പ് വരെ. അതായത് അതെ ഇസ്രായേല് പല അറബ് രാജ്യങ്ങളുമായിട്ട് നോർമലൈസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഇതാകുന്നു, അതെ അങ്ങനത്തെ ഒരു ഏഹ്, അവസ്ഥയിലേക്ക് പോകും. ട്രംപിന്റെ കുറച്ച് കൈ അതിലുണ്ട്, അബ്രാം അക്കോർഡ്സും ആ കാര്യങ്ങളുമായിട്ട്. അതൊക്കെ വരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു. അത് പെട്ടെന്ന് മാറി. അതോടെ എന്താ പറയുക വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് വരുന്നു. അറബ് രാജ്യങ്ങൾക്ക് ഇനി അവിടുത്തെ ഭരണാധികാരികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. മേ ബി റിച്ച് അറബ് രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് അവിടുത്തെ ഗവൺമെന്റുകളെ ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും. പക്ഷെ ഇനി അവര് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോലും അവർക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ആങ്കർ ഇന്ന് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ഉണ്ട്. അവരെ ശത്രുക്കൾ എന്ന് പറഞ്ഞാല് പിന്നെ ഈ അവര് ഡിഫൻസ് സിസ്റ്റം എത്ര കാലം സസ്റ്റൈനബിൾ ആണെന്നുള്ളത് പ്രശ്നമാണ്. ഓൾറെഡി അതിന്റെ വീക്ക്നെസ് വളരെ വിസിബിൾ ആണ്. മാത്രമല്ല അതെ എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് വിൻ എന്ന് പറഞ്ഞാല് അവരെ റിട്ടാലിയേഷൻ ആയിരുന്നു. അതായത് അവര് റിട്ടാലിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് അവരെ ആക്രമിച്ചതിലും ഭീകരമായിട്ടുള്ള രീതിയിൽ അവർ റിട്ടാലിയേറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. അങ്ങനെ അതിലൂടെ ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഓവർ പവറിംഗ് ആയിരുന്നു ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും വലിയൊരു സ്ട്രാറ്റജി. പക്ഷെ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലസ്തീനിലെ കുട്ടികളെ മേലെ ബോംബിടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇറാനോട് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ യമനോട് നോക്കിക്കഴിഞ്ഞാലും ഒന്നും അങ്ങനത്തെ ഒരു റിട്ടാലിയേഷൻ നമ്മൾ കാണുന്നില്ല. ഒരു സിംബോളിക് റിട്ടാലിയേഷൻസ് ഒക്കെ കാണുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാല് അങ്ങനെ വലിയൊരു അതെ മാസീവ് ആയിട്ടുള്ള റിട്ടാലിയേഷൻ ഇസ്രായേലിന് സ്കോപ്പ് ഇല്ല എന്ന് കാണുന്നത് തന്നെ ഇസ്രായേലിന്റെ ഡിമിനിഷിങ് സ്ട്രെങ്ത് ആണ് സൂചിപ്പിക്കുന്നത്. അതെ അപ്പം അപ്പം ഐഡിയോളജിക്കലി സ്പീക്കിംഗ് എനിക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഡിസ്മാൻഡിൽ ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉം. കാരണം ഇഫ് തേർഡ് റേക്ക് നാസി തേർഡ് റേക്ക് ക്യാൻ ബി ഡിസ്മാൻഡിൽഡ് ഓർ സൗത്ത് ആഫ്രിക്ക ക്യാൻ ബി ഡിസ്മാൻഡിൽഡ്, ഒരു അപ്പാർത്തഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഹിസ്റ്റോറിക്കലി ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റർ ആയിട്ടുള്ള ഇസ്രായേൽ സ്റ്റേറ്റ് ഇല്ലാണ്ടാവണം. ഇത് പറയുന്ന സമയത്ത് ആളുകൾ നിങ്ങൾ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടിയാണോ പറയുന്നത് എന്നുള്ള അത് അതെ അതൊരു ലോജിക്കൽ ട്രാപ്പാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. നമ്മള് ഇസ്രായേലിനെതിരെ പറയുന്നത് ജൂതന്മാർക്കെതിരെ പറയുന്നതല്ല. അതിപ്പോ അതെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സുദീപ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി, ആന്റി നമ്മളിപ്പം സെമിറ്റിസത്തിനെ ബി പറ്റി ജെ പിയെ പറഞ്ഞു. വിമർശിച്ചാല് ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് പറയുന്ന പോലത്തെ ഒരു ലോജിക്കൽ ട്രാപ്പാണത്. ഇസ്രായേലിനെയാണ് വിമർശിക്കുന്നത്, ആ സ്റ്റേറ്റ് പ്രൊജക്ടിനെയാണ് വിമർശിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്ട്രീം ചിന്താഗതിയുള്ള ജ്യൂസിനെയാണ് വിമർശിക്കുന്നത്. ഇതിന്റെ അർത്ഥം നമുക്ക് ജൂതമതത്തിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്നുള്ളതല്ല. അതെ റിയലിസ്റ്റിക്കലി തിങ്കിങ് അതാണ് ഒരു ഓപ്ഷൻ. ഇസ്രായേൽ എന്ന് പറയുന്ന അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ഡിസ്മാൻഡിൽ ആവണം എന്നുള്ളത്. വേറെ ഒട്ടും ഒപ്റ്റിമിസ്റ്റിക് അല്ലാതെ അൾട്രാ പെസിമിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവര് ഗാസ വൈപ്പ് ഔട്ട് ചെയ്യും ഉം. എന്നുള്ളതും ഒരു ഓപ്ഷനാണ്. സാഡ് ബട്ട്
ക്യാൻ ബി ലൈക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ ഈ 50 years 70 ഞാൻ കുറെ ആൾക്കാർ പ്രോ പലസ്തീൻ ആയിട്ടുള്ള ആളുകളുണ്ട് ലൈക്ക് ബ്ലൈൻഡ്ലി ലൈക്ക് ഒന്നും ഞാൻ എല്ലാവരോടും ഇപ്പൊ എന്റെ ബ്രദറിനോട് വരെ പറഞ്ഞിട്ടുണ്ട് അവന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോഴും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് ഹിസ്റ്ററി എന്നുള്ളത് 50 year ഒന്നുമല്ല ഒരു അറ്റ്ലീസ്റ്റ് 100 120 years മുമ്പ് തുടങ്ങിയ കോൺഫ്ലിക്റ്റ് ആണ് അന്ന് മുതൽ അവർ ചെയ്തു വരുന്നത് ഈ പലസ്തീനിയൻസിനെ അല്ലെങ്കിൽ അറബ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ചെയ്ത ഒരു ടൈമാണ് അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇപ്പം പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കലി പറയുന്ന പോലെ അവരുടെ ഏറ്റവും വലിയ അലയായിട്ടുള്ള US-ന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു പിന്നെ വേറൊരു വാറ് വേൾഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വാറ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവര് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റഷ്യ ഉക്രൈൻ വാറിന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോളണ്ടിലൊക്കെ ചെറിയൊരു പ്രൊപ്പഗാൻഡ ഉണ്ട് ഉക്രൈന് അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ള പക്ഷെ അത് പൊട്ടത്തരാണ് അതേപോലെ തന്നെയാണ് ഹമ്മാസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ പറഞ്ഞ പോലെ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവര് ഡേ ബൈ ഡേ നമ്മൾ ഈവൻ നമ്മൾ ഈ കൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ അവരവിടെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ആളുകളെ വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതിൽ 20th സെഞ്ചുറി, ഐ മീൻ 21st സെഞ്ചുറി, നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന ഒരു യുദ്ധത്തിന് ഇത്രയും ഡെയിലി ഡെത്ത് റേറ്റ് ഇല്ല. അതെ ഇല്ല ഇതുമായിട്ട് ഐ മീൻ അടുത്തു പോലുമില്ല ഇതിന്റെ ഡെയിലി ഡെത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ. അതെ പക്ഷെ ആളുകൾക്ക് അത് വെറൊരു നമ്പർ ആയിട്ട് മാറിക്കഴിഞ്ഞ് ഈവൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്കും ഞാനൊരു 10,000 ആൾക്കാർ മരിച്ചു എന്ന് പറയുക ഒരു നമ്പർ ആയി കഴിഞ്ഞത് ഒരു 10,000 ആൾക്കാർ മരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമോ വലിയ കാര്യമോ എന്നുള്ളതല്ല ഒരു ജസ്റ്റ് എ നമ്പർ എത്ര ആൾക്കാർ നാളെ കാണുമ്പോൾ നാളെ അൽ ജസീറ അത് തുറക്കുമ്പോൾ ഒരു 500 kids അത് എന്തോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഇസ്രായേൽ ഈസ് അഡ്വാൻസിങ് ബൈ ദാറ്റ് അവര് ദേ ഡോണ്ട് ഗിവ് എ ഫക്ക് അബൌട്ട് എനിത്തിങ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ ഇപ്പൊ എന്റെ ആ ഒരു തിയറിയിൽ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് നെക്സ്റ്റ് ഗാസ അവർ വൈപ്പ് ഔട്ട് ചെയ്ത് അനക്സ് ചെയ്തെന്ന് വിചാരിക്കുക വാട്ട് കംസ് നെക്സ്റ്റ് അവര് ഒബ്വിയസ്ലി വെസ്റ്റ് ബാങ്കിലേക്ക് പോകില്ലേ ഓൾറെഡി അവര് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ സെറ്റിൽമെന്റ്സ് വെസ്റ്റ് ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഐ മീൻ എവറി ഡേ ന്യൂ സെറ്റിൽമെന്റ്സ് വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഈ ഫുൾ അറ്റൻഷൻ ഗാസയിലേക്ക് പോകുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ അവര് സെറ്റിൽമെന്റ്സ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ ആക്ച്വലി അത് നല്ലൊരു ഉദാഹരണമാണ്. സാധാരണ ആൾക്കാർ പറയല്ലേ ഈ October 7 കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, ഇല്ലായിരുന്നെങ്കിൽ വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നാടായിരുന്നു എന്ന് പറയുന്നതിന്റെ അതെ ഏറ്റവും വലിയ എന്താ ലോജിക്കൽ ഫാലസിയാണ് നമ്മൾ ഇവിടെ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ. അതെ ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യണം എന്ന്. അപ്പൊ വെസ്റ്റ് ബാങ്ക് അവിടെ ഹമാസ് ഇല്ലല്ലോ അതെ. അപ്പൊ അതെ ഇത് ഫണ്ടമെന്റലി ഇതിനൊരു കൊളോണിയൽ പ്രൊജക്റ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ട് നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഒരു കൊളോണിയൽ പ്രൊജക്റ്റ് ആണ്. യൂറോപ്പിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു നേറ്റീവ് പോപ്പുലേഷൻ, അതിന്റെ എല്ലാ എന്താ പറയാ, ആക്ച്വലി ഇറ്റ് വാസ് എ യൂറോപ്യൻ പ്രോബ്ലം. അതെ ജൂതരോട് ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജൂതരോടുള്ള പല തരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും, ഐ മീൻ അറബ് വേൾഡിലൊക്കെ നമുക്ക് കാണാമെങ്കിൽ പോലും, ഫണ്ടമെന്റലി ആന്റി ജൂയിഷ് സെന്റിമെന്റ്സ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ പ്രോഡക്റ്റ് ആണ്. ഉഹും. അത് യൂറോപ്പിൽ നിലനിൽക്കുകയും യൂറോപ്പിൽ വളരെ ശക്താവുകയും ചെയ്തതോടെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു ജൂയിഷ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെ ജൂതന്മാർ എന്ത് ചെയ്യണം അത് തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിലെ ഫണ്ടമെന്റൽ ഇൻഹ്യൂമൻ നേച്ചർ നമുക്ക് മനസ്സിലായി. എല്ലാ രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ജൂതന്മാർ എന്ത് ചെയ്യണം. അതെ നമ്മള് ജൂതന്മാർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാർ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് ജൂതന്മാർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ജൂയിഷ് ക്വസ്റ്റ്യൻ എല്ലാ ഈ യൂറോപ്യൻ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും ഉണ്ടാവുന്നു. ഓക്കെ, അതെ അപ്പം ഇതിന് ഒരു ബ്രിട്ടീഷ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വരുന്നത് രണ്ട് മൂന്ന് ടെൻഡൻസികളാണ്. ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാല് ചില ക്രിസ്ത്യൻ സെക്ട്സിന്റെ ഒരു വിശ്വാസം, ക്രൈസ്റ്റിന്റെ ഒരു റീബർത്ത് റീബർത്ത് ഇവാഞ്ചലിക്കൽ ഉണ്ടാവണമെങ്കിൽ ക്രിസ്ത്യൻസ് ആ റീബർത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കൊരു ഇസ്രായേൽ വേണം. ഇസ്രായേൽ ഉണ്ടെങ്കിൽ അവിടെ ജൂതന്മാരുണ്ടാവും. ജൂതന്മാരുണ്ടെങ്കിൽ അവര് യേശുവിനെ പീഡിപ്പിച്ച് ഐ മീൻ ക്രൂസിഫൈ ചെയ്യും. ആ ക്രൂസിഫൈ ചെയ്തിട്ട് വേണം വീണ്ടും തിരിച്ചു വരാൻ. അപ്പൊ അത്തരത്തിലുള്ളൊരു വിശ്വാസം ഇവരെ ഇടയിൽ പല വിഭാഗങ്ങളുടെ ഇടയിലും ശക്തമായിട്ടുണ്ട്. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഈ ജൂതന്മാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു
ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള പോലെ ഈ ജൂതന്മാരെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജൂയിഷ് പ്രശ്നം, ജൂതന്മാരെ കൊണ്ടുള്ള പ്രശ്നം തീരുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. ഈ രണ്ട് ഇതിന്റെ ഒരു റിസൾട്ടാണ് സത്യത്തില് ഇസ്രായേൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ക്രിയേഷന് ബ്രിട്ടീഷ് സപ്പോർട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് അതെ ഫണ്ടമെന്റലി പിന്നെ സെക്കൻഡ് വേൾഡ് വാർ ഒരു ഫണ്ടമെന്റലി യൂറോപ്യൻ പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലത്തിന്റെ ഒക്കെ ബേർഡൻ വേറൊരു സ്ഥലത്തുള്ള നേറ്റീവ് പോപ്പുലേഷൻ സഹിക്കണം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ട്. അതെ അപ്പം അതിന്റെ ഫണ്ടമെന്റൽ റൂട്ടിലേക്ക് പോയാൽ അതിന്റെ ആ കൊളോണിയൽ നേച്ചർ നമുക്ക് കാണാൻ പറ്റും. അത് പിന്നെ ഈ ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ വളർച്ചയിലെ എല്ലാ ഘട്ടത്തിലും വളരെ വിസിബിൾ ആണ്. അതെ പക്ഷേ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡിസ്മാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാലും ലൈക്ക് 7-8 മില്യൺ പീപ്പിൾ ഉണ്ട്. അവർക്ക് ഒരു എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു ഏതൊരു സിംഗിൾ മതം എടുത്തു നോക്കിയാലും അവരനുഭവിച്ച അവരുടെ ഒരു എന്താ പറയാ DNA-യിലുള്ള ട്രോമ വേറെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്രയും എന്താ പറയാ സാഡ് ആൻഡ് ഹൊറിഫിക് ഇവന്റ്സിലൂടെയാണ് അവരെ പൂർവികർ കടന്നുപോയത്. അപ്പം അങ്ങനത്തെ ആളുകളോട് നമ്മൾ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല, നിങ്ങൾക്കൊരു രാജ്യമില്ല. അപ്പൊ അല്ല അവരുടെ ഭാഗത്തുനിന്ന് അല്ല അതിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് പറയുന്ന ആളുകള് അവിടെയുള്ള ജൂതരായിട്ടുള്ള ആളുകൾ തിരിച്ചു പോകണമെന്ന് പറയുന്ന ആളുകളല്ല. ഉഹും. അവിടെ ആ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള പ്രശ്നമായിട്ട് മാറും. അതെ 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 ഇവിടെ 2-3 തലമുറയായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ തിരിച്ചു പോകണം എന്ന് പറയുന്നതിലും ഒരു ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട് അതില്. പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഡിസ്മാൻഡിൽ ചെയ്ത് അവിടെ ഒരു പുതിയൊരു രാജ്യം ഉണ്ടാവണം എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്നത് ഇവിടെയുള്ള നേറ്റീവ് പോപ്പുലേഷനും തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്ന 19th സെഞ്ചുറിക്ക് മുതൽ കുടിയേറി വന്നിട്ടുള്ള ആളുകളും ഒക്കെ ഇവിടെ തുടരട്ടെ, പക്ഷേ ഇറ്റ് വോണ്ട് ബി എ ജൂയിഷ് സ്റ്റേറ്റ്. ഉം. അതാണ് പറയുന്നത്. ഒരു മേ ബി സെക്യുലർ സ്റ്റേറ്റ് കൈൻഡ് ഓഫ് അതെ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ആണ് പറയുന്നത്. അല്ലാതെ ഇവിടെ ഉള്ള ആളുകൾ തിരിച്ചയക്കണം എന്നുള്ളതല്ല. തിരിച്ചയക്കണം എന്ന് പറയുന്ന ലോജിക്കിനോട് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പേഴ്സണലി എനിക്ക് ആ ലോജിക്കില് ഒട്ടും വിശ്വാസമില്ല. ഈ ആളുകളൊക്കെ തിരിച്ചു പോട്ടെ എന്ന് പറയുന്നത് അത് അല്ല അതിന്റെ പോയിന്റ്. പക്ഷെ സ്റ്റിൽ മേ ബി ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു വർഷം മുമ്പേ ഒക്കെ വന്ന സെറ്റിലേഴ്സിന്റെ ചോദ്യം അപ്പോഴും വേറെ ചോദ്യമാണ്. അതായത് അതെ ഇപ്പം ഡുവൽ സിറ്റിസൺഷിപ്പ് ഒക്കെ വെച്ച് ഇവിടെയും ഒരു സമ്മർ ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ചോദ്യം വേറെയാണ്. പക്ഷെ തലമുറകളായിട്ട് ജീവിക്കുന്ന ജൂതന്മാര് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ജൂതന്മാർ യൂറോപ്പിൽ നിന്നൊക്കെ വന്ന ആളുകൾ തിരിച്ചു പോകണം എന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ല അങ്ങനത്തെ ഒരു വാദത്തിന്. അതെ എനിവേ എനിക്ക് തോന്നുന്നത് നമുക്ക് എന്താ പറയാ നിന്ന് കാണാനേ പറ്റുള്ളൂ. പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അത് ആ ഒരു എഡ്യൂക്കേഷൻ ഉള്ളത് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. വേറെ എന്താണ് ഇപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് പേഴ്സണലി ചെയ്യാനുള്ളത്? എന്റെ ഒപ്പീനിയനിൽ ഒന്നുമില്ല. നമ്മൾ വി ആർ പവർലെസ് എന്ന് പറയും ഞാൻ. സ്പെഷ്യലി ബീങ് ഹിയർ അവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഈവൻ US-ലാണെന്നുണ്ടെങ്കിൽ വരെ ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണലി ചേഞ്ച് ഒക്കെ വരുത്താൻ അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ആയിട്ട്. ഇപ്പൊ ഞാൻ കോഴിക്കോട് തന്നെ നടന്നൊരു ഇത് കണ്ടിരുന്നു. സ്റ്റാർബക്സിൽ പോയിട്ട് ഉള്ളിൽ കയറി സ്റ്റിക്കർ ഒട്ടിച്ച്. അപ്പൊ എനിക്ക് പേഴ്സണലി അത് കണ്ടൊക്കെ തോന്നിയത് വെറുതെ ആണെന്നാണ്. കാരണം അവിടുത്തെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ഓണർ അയാളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല മേ ബി. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ലൈക്ക് ഞാൻ അത് ഒരു പോയിന്റ്ലെസ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ അതിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് സൗത്ത് ആഫ്രിക്കയിൽ ഈ വർണ്ണവിവേചനം അവസാനിക്കുകയും അതേപോലെ സൗത്ത് ആഫ്രിക്ക ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്തതിന്റെ വലിയൊരു റീസൺ സൗത്ത് ആഫ്രിക്കയ്ക്ക് പുറത്ത് നടന്നിട്ടുള്ള സമരങ്ങളാണ്. ഉഹും. അതായത് യൂറോപ്പിലും ഏഷ്യയിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടന്നിട്ടുള്ള സമരങ്ങൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ അന്നത്തെ ഈ അപ്പാർത്തൈഡ് റെജീം അവർക്ക് ലോകത്ത് ഒരു സ്ഥലത്തും ഒരു സ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുകയും അവരുടെ മേലെ ഒരു ഇലക്ഷൻ നടത്താനും ഇവരൊക്കെ റിലീസ് ചെയ്യാനും പ്രിസണേഴ്സിനെയൊക്കെ റിലീസ് ചെയ്യാനും ഒക്കെ ഉള്ള വലിയ രീതിയിലുള്ള പ്രഷറൊക്കെ വരികയും ചെയ്യുന്നതിന്റെ പിന്നിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു റോളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വിയറ്റ്നാം വാർ നോക്കിക്കഴിഞ്ഞാൽ വിയറ്റ്നാം വാറിന്ന് അമേരിക്ക പിൻവാങ്ങുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞാല് അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒബ്വിയസ്ലി. അതോടൊപ്പം തന്നെ അവർക്ക് ഡൊമസ്റ്റിക് പ്രഷർ കൂടുക ഈ അതെ അതെ യുദ്ധത്തിനെതിരെയുള്ള. ഇപ്പൊ സ്റ്റിൽ ഐ മീൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ തുടക്കത്തിൽ എടുത്ത സ്റ്റാൻഡ് അല്ല ഇപ്പം ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പൊ എടുക്കുന്നത്. അതെ അല്ലെങ്കിൽ അതെ അമേരിക്ക പോലും തുടക്കത്തിൽ എടുത്ത സ്റ്റാൻഡ് വീണ്ടും അവർക്ക് മയപ്പെടുത്തേണ്ട അവസ്ഥ വന്നു.
തുടക്കത്തില് സീസ് ഫയറേ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും അവർ പിന്നെ മാറുന്നതിനും പലരും സീസ് ഫയർ വേണം എന്നുള്ള രീതിയിലേക്കൊക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത്രയും വലിയ ഡൊമസ്റ്റിക് പ്രഷർ അവർക്ക് മേലെ വരികയാണ്. അവർ രാജ്യങ്ങളിലുള്ള ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടെ ഇത്രയും വലിയ പ്രഷർ വരികയാണ്. മാത്രമല്ല ഇപ്പം സ്പെയിൻ, അയർലൻഡ് അങ്ങനെ കുറച്ച് അധികം യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ഇപ്പം ഈ പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അതെ അതെ അവസ്ഥയിലേക്ക് അതെ വരുമ്പോഴൊക്കെ അത്രയും ഇന്റർനാഷണൽ പ്രഷറും അവർ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അത് ചർച്ചയാവുന്നതുകൊണ്ടാണ്. സോ ഐ തിങ്ക് നമ്മള് സമരങ്ങളും അല്ലെങ്കിൽ ഇതൊന്നും വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ പീപ്പിൾ ആർ ഡൈങ്, അത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് അതെ ഇപ്പം നമുക്കൊരു ദിവസം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവസാനിക്കാനും പോകുന്നില്ല. പക്ഷെ സ്റ്റിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. കൂടുതൽ ആളുകൾ അതില്ല. മരിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതെ അതെ അതിന്നും മാറിയിട്ട് ഇസ്രായേൽ ഗസയിൽ നിന്നൊക്കെ മാറിയിട്ട് വരുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത്? ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇൻ ദ സെൻസ് യു എസ് ഈസ് ഗോയിങ് ഡൗൺ അല്ലെങ്കിൽ ഡൗൺഫാൾ ഓഫ് യു എസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം ഇന്ത്യ, ചൈന, റഷ്യ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർ പവേഴ്സ് മൈറ്റ് ബി നെക്സ്റ്റ് സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന തോന്നുന്നു ഇന്നത്തെ ജിയോ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ, എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ വാറും ഗസ ഇസ്രായേൽ ജനസൈഡും. നമുക്ക് ഇന്ത്യൻ ഇൻഫ്ലുവൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഗവൺമെന്റും അവരെ സപ്പോർട്ടേഴ്സും ഒക്കെ പ്രൊജക്ട് ചെയ്യുന്ന പോലെ ഇന്ത്യ ഇസ് ദ ഗ്ലോബൽ ലീഡർ, അല്ലെങ്കിൽ എല്ലാവരും ഇന്ത്യയെ ഉറ്റുനോക്കുന്നു, അത്തരത്തിൽ വളരെ ഊതി വീർപ്പിച്ചൊരു ഇമാജിനേഷനിൽ നമുക്ക് പോവാം ഇന്ത്യനെ പറ്റി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. വളരെ എക്സാജറേറ്റഡ് ആയിട്ട് ഇന്ത്യനെ കാണുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം ലോകം മൊത്തം ഇന്ത്യയെ ഫോളോ ചെയ്യുകയാണെന്നൊക്കെ നമുക്ക് പറയാന്നുള്ളതല്ലാതെ അങ്ങനെയല്ല. മാത്രമല്ല നമ്മൾ GDP ഓഫ് കോഴ്സ് ഇറ്റ്സ് സിഗ്നിഫിക്കന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആസ് എ മാർക്കറ്റ്, ആസ് എ ഇക്കണോമിക് പവർ ഒക്കെ GDP സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ പോലും ആ GDP കൂടുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഭയങ്കര ഇക്കണോമിക് പവറായി മാറുന്നു അല്ലെങ്കിൽ അത്രയും വലിയ ഗ്ലോബൽ പവർ ആകുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളെ പെർ ക്യാപിറ്റ നോക്കിക്കഴിഞ്ഞാലൊക്കെ വളരെ ദരിദ്ര രാജ്യമാണ് സ്റ്റിൽ ഇന്ത്യ. അല്ലാതെ നമ്മളെ GDP മാത്രം നോക്കിയാൽ ഇത്രയധികം ജനങ്ങൾ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളെ GDP അതെ വലുതായിരിക്കും. അതെ അതിന്റെ അപ്പുറത്തേക്ക് GDP മാത്രം നോക്കി നമ്മളിത് അടുത്ത രാജ്യത്തിനെ കടത്തി വിട്ടുന്നു, ഇനി അടുത്ത രാജ്യത്തിനെ കടത്തി വിട്ടുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വേറെയും പല ഇൻഡിക്കേറ്റേഴ്സ് നോക്കണം, GDP മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇന്ത്യ ഇസ് എ മിലിറ്ററി പവർ, കമ്പാരിറ്റീവ്ലി ഒരു സ്ട്രോങ് മിലിറ്ററി പവർ ആണ്, വലിയൊരു മാർക്കറ്റാണ്. മാത്രമല്ല ഈ ഒരു യൂണിപോളാർ വേൾഡ് അവസാനിക്കുന്ന സമയത്ത് കൂടുതൽ എന്താ പറയാ ഇന്റർനാഷണൽ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാം ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ചെയ്യാനപ്പുറത്ത് കൂടുതൽ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ട് അത്തരം രാജ്യത്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷെ ആ സിഗ്നിഫിക്കൻസ് ഇപ്പം ഈ വിഷയമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സിഗ്നിഫിക്കൻസ് ആക്ച്വലി കുറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഒബ്വിയസ്ലി. ആൻഡ് കാരണം വൈ? ഇപ്പം ആരുടെ അടുത്താണ് ഇന്ത്യ ലീഡറായി മാറേണ്ടത്? അതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് ഒരു ഐഡിയോളജിക്കൽ ഫേസ് ഉണ്ടായിരുന്നു. തേർഡ് വേൾഡിന്റെ ഒരു ലീഡർ എന്നുള്ളൊരു ഐഡിയോളജിക്കൽ ഫേസ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ഒരു തേർഡ് വേൾഡിന് ഒരു ദിശാബോധം കൊടുക്കുന്ന, ആന്റി കൊളോണിയൽ മൂവ്മെന്റുകൾക്ക് ഒരു ദിശാബോധം കൊടുക്കുന്ന, അതിനുശേഷം എങ്ങനെ ഇക്കണോമിയെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിൽ ഒരു ദിശാബോധമൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ വലിയൊരു നാമൊക്കെ പോലുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ളതിൽ ഒരു ദിശാബോധമൊക്കെ കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് റോള് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കൊണ്ടുമൊക്കെ ആ റോള് തേർഡ് വേൾഡ് മൂവ്മെന്റുകളൊക്കെ ചുരുങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ റോള് വളരെയധികം കുറഞ്ഞു വന്നു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസ്രയേൽ പാലസ്തീൻ വിഷയം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയുടെ വളരെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾഡ് പൊസിഷൻ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുക, പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ആ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് തരത്തില് ഇസ്രയേൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് ഇസ്രയേലുമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ട്രേഡിംഗ് റിലേഷൻസ് ആവാം, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഇസ്രയേലിന് ഉള്ള സപ്പോർട്ട് ആവാം. അപ്പൊ നമ്മൾ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
ഇസ്രായേലികളെക്കാട്ടും അധികം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതെ അതെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ഉള്ള ട്വിറ്റർ ഹാൻഡിലുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പക്ഷേ അതെ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ട് ചൈന ഇസ് ഡൂയിങ്. ഇപ്പം ഇന്ന് തന്നെ ഇന്നലെ ചൈനയിൽ വെച്ചിട്ട് എല്ലാ പാലസ്തീനിയൻ റെസിസ്റ്റന്റ് മൂവ്മെന്റുകളും ലീഡേഴ്സ്. പീസ് അവരൊരു കൺസെൻസസ് സൈൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ചൈനയുടെ റോൾ ഫാർ അഹെഡ്. ഇനിയിപ്പം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാലും ചൈനീസ് ഇന്റർവെൻഷൻസ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഫാർ അഹെഡ് ആണ്. അതിന്റെ അർത്ഥം ഇന്ത്യക്ക് ഒരു റോളും ഇല്ല എന്നല്ല. ബട്ട് അതെ സ്റ്റിൽ എന്താണെന്നുള്ളത് റിയലിസ്റ്റിക്കലി കാണണം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈവൻ ഡിമിനിഷിംഗ് റോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ വിസിനിറ്റിയിലുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇന്ത്യക്ക് ഇപ്പൊ എത്രമാത്രം റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ നേപ്പാളിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ശ്രീലങ്കയിലായി കഴിഞ്ഞാലും ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ റോൾ എക്സാക്ട്ലി ഹവി ഡോമിനന്റ് പവർ. ഈവൻ മാലദ്വീപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാലം ഇന്ത്യ ഒരു ഡോമിനന്റ് പവറായിരുന്ന മാലദ്വീപ്സിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആ പവർ അല്ല. സോ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഇമേജും ഈ ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ലീഡർ വിശ്വഗുരു ഇമേജും ആ റിയാലിറ്റിയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ 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 മാത്രല്ല ഇപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം കാനഡയൊക്കെ പബ്ലിക്കലി ഇന്ത്യയെ അക്യൂസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ കാനഡ അങ്ങനെ ഒരു ഇതുമായിട്ട് മുന്നോട്ട് വരുന്നു. പക്ഷെ അവിടെ എന്താ പറയാ, ഇന്ത്യയുടെ അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിയിട്ട് ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. ഞാൻ നോക്കി കാണുന്നത് ഇന്ത്യ ഇസ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ ഇൻ ദ വേൾഡ്. എനിക്ക് തോന്നുന്നു വേറൊരു രാജ്യം അങ്ങനെയല്ല. അത് ചിലപ്പോൾ ഇന്ന പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ, റൈറ്റ് കോൺഫ്ലിക്ട്സ് അറൌണ്ട് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ, ഇന്ത്യ ചൈനയായിട്ട് ഓക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, റഷ്യ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, യു എസ് ആയിട്ടും കോൺഫ്ലിക്ട്സോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഇത്രയും വലിയൊരു രാജ്യമായിട്ട് അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഓൾ വേൾഡില് പ്രൊമിനന്റ് ആയിട്ടുള്ള കൺട്രീസിനായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. അത്രയും നല്ല റിലേഷൻ ആണോ ഇന്ത്യക്ക് ചൈനയായിട്ട്? അതെ, ചൈനയായിട്ട് ഓക്കെ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാരണം അതാണ്. ഇന്ത്യയുടെ നെയ്ബർഹുഡിൽ തന്നെ ഇന്ത്യക്ക് ഇപ്പൊ എല്ലാവരോടും നല്ല റിലേഷൻ ആണോ? ലൈക്ക് നെയ്ബർഹുഡില് എന്തെങ്കിലും നല്ല റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? നെയ്ബർഹുഡിൽ പല കാലത്തും പല രീതിയിലാണ് എങ്കിൽ പോലും ഓഫ് കോഴ്സ് ഇന്ത്യക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇന്ത്യക്ക് സിഗ്നിഫിക്കൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല എന്റെ ആർഗ്യുമെന്റ്. പക്ഷെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് പ്രൊജക്ട് ചെയ്യുന്ന ഇമേജുമായിട്ട് എത്രമാത്രം ആ റിയാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. ആ ഒരു ഗ്യാപ്പാണ് സൂചിപ്പിച്ചത്. അല്ലാതെ ഓഫ് കോഴ്സ് ഇന്ത്യ as long as we have 140 crore people, അതെ, ആർക്കും എന്താ പറയാ ഇന്ത്യ അവഗണിക്കാൻ പറ്റില്ല. അതും യങ് പോപ്പുലേഷനും. യങ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്ര വലിയൊരു ഇക്കണോമിക് സൂപ്പർ പവർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കണം. അതെ, അത് വലിയൊരു പോയിന്റ് ആണ്. അത് ചൈന ഇക്കണോമിക് സൂപ്പർ പവർ ചൈന ഒരു ഇക്കണോമിക് പവറായി മാറുമ്പോൾ അത് വെറും GDP വളർച്ച മാത്രമല്ല, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ഉണ്ട്. സ്റ്റാൻഡേർഡ് ലിവിംഗ് കൂടുന്നു, ദാരിദ്ര്യ ആബ്സല്യൂട്ട് പോവർട്ടി അബോളിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ചൈന മാറുന്നത്. അവരെ ടെക്നോളജിക്കലി അവർ വലിയ രീതിയിൽ അഡ്വാൻസ് ചെയ്യുന്നു. ആ രീതിയിൽ ആണോ ഇന്ത്യ വളരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ അത് വലിയൊരു പോയിന്റ് ആണത്. അപ്പം നമ്മ 90% ഇന്ത്യൻസിന് ഞാൻ കണ്ട ഒരു കണക്ക്, 90% ഇന്ത്യൻസ് ഹൗസ് ഹോൾഡ്സിന്റെ മന്ത്ലി വേജ് പറയുന്നത് 10,000 താഴെയാണ്. 90%. ഈവൻ ഇപ്പൊ നമ്മൾ ഈ പല ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ഹങ്കർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. അതെ, അപ്പം ഈ പ്രൊജക്റ്റഡ് ഇമേജും ആക്ച്വൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണാണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഒബ്വിയസ്ലി അമേരിക്കൻ ഡോമിനൻസ് ഒക്കെ കുറയുന്ന ഒരു സമയത്ത് ഇന്ത്യക്ക് കൂടുതൽ സ്പേസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓൾറെഡി അത് പല രീതിയിലും കാണുന്നുണ്ട്. ഇപ്പം യുക്രൈൻ വാർ നടക്കുമ്പോൾ ഇന്ത്യ തള്ളിപ്പറയണം എന്നുള്ളതായിരുന്നു വെസ്റ്റേൺ
താല്പര്യം, ഐ മീൻ അമേരിക്കൻ താല്പര്യമൊക്കെ. പക്ഷെ അത് ആ രീതിയിലല്ല. ഇന്ത്യ ഒരു സ്വതന്ത്രമായിട്ട് ഒരു നിലപാടെടുത്തു. അങ്ങനെ റഷ്യയെ തള്ളി പറയാത്ത ഒരു നിലപാടെടുത്തു. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യക്ക് സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്, റൈറ്റ് ടൈം റൈറ്റ് കോൺഫ്ലിക്ട്സ്. ചിലപ്പോൾ അത് ഗവേണൻസ് കൊണ്ടൊന്നും ആയിരിക്കില്ല, ഒരു പക്ഷെ ആയിരിക്കാം, ആവാതിരിക്കാം, പക്ഷെ റൈറ്റ് ഗവർണൻസ് ടൈം. കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ. ഓക്കെ. ഇപ്പോൾ അതെ, ഈ പറഞ്ഞ പോലെ സോഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ലിവിങ് കണ്ടീഷന് എത്രയോ ബാക്കിലാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഒരു 5-6 ഇയേഴ്സ് മുമ്പ് വരെ ഇന്റർനെറ്റ് വരെ ഇല്ലായിരുന്നു പല ആൾക്കാർക്ക്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് നെസസിറ്റിയാണ്. ഇ- ഒരു ഇപ്പോഴും ഇന്റർനെറ്റ് പെനിട്രേഷൻ ഒക്കെ വളരെ കുറവാണ് റൂറൽ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം കോവിഡിന്റെ ഒക്കെ സമയത്ത് പലരും ഓൺലൈൻ ക്ലാസ് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നില്ലേ. പക്ഷെ ഇപ്പം വന്നിട്ടുള്ള പല പഠനങ്ങളും സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശതമാനം വീടുകളിലെ ആക്ച്വലി ബ്രോഡ്ബാൻഡ് ഒക്കെ പോലുള്ള കണക്ഷൻസ് ഉള്ളൂ. അതെ. ഈവൻ അങ്ങനത്തെ ബ്രോഡ്ബാൻഡ് പെനിട്രേഷൻ ഒക്കെ വളരെ കുറവാണ് ഇന്ത്യയിൽ ഇപ്പോഴും റൂറൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ. അതാണ് ഞാനിപ്പോ ഇവിടെ വന്നതിന്റെ ശേഷം എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഇവിടുത്തെ ഒരാളായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴോ അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നതും നമുക്ക് എന്താണ് ഇന്ത്യ എന്നുള്ളതും വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഭയങ്കര ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പോലെ ഡൈവേഴ്സിറ്റി ഉള്ള കൺട്രീസ് വളരെ കുറവായിരിക്കും, എസ്പെഷ്യലി റിലീജിയൻസ് കാരണം. പിന്നെ ലാംഗ്വേജസ്, ഓഫ് കോഴ്സ്, കൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളാണ്. കേരളവും അവിടുന്ന് കുറച്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള തമിഴ്നാടോ കർണാടക ആയിട്ട് വരെ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ ആയിട്ട് നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അതെ അതെ അതെ, ഒബ്വിയസ്ലി. ഐ മീൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലിയർ സൗത്ത് നോർത്ത് ഡിവൈഡ് ഉണ്ട്. അതെ. ഇൻകം, എഡ്യൂക്കേഷൻ, ബാക്കി ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ഏത് ഓൾമോസ്റ്റ് ഓൾ ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു കൃത്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഇപ്പൊ വേറെ വേറെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതില് കൃത്യമായിട്ട് സൗത്ത് ഇന്ത്യ മോസ്റ്റ് ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ് ഫാർ അഹെഡ് ആണ് നോർത്ത് ഇന്ത്യയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ. ഇപ്പം ഇന്ത്യ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനെ പറ്റിയിട്ട് എന്താണ് ഒരു അനാലിസിസ്? ലാസ്റ്റ് ഇലക്ഷൻ BJP വീണ്ടും പവറിൽ വന്നു. പക്ഷെ ഒപ്പോസിഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ ഒരു പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ടോ? അതായത് ലാസ്റ്റ് ഇലക്ഷൻ വരെ ഒരു നോൺ BJP വോട്ടേഴ്സിനൊക്കെ ഒരു ഹോപ്പ്ലെസ്നെസ്, അതായത് ഇനി ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളൊരു ചിന്ത വളരെ ശക്തമായിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി ഇവൻ ദോ ദേ വൺ, ഏത് ഡിസ്കഷനിലും കാര്യങ്ങളിലും ഒക്കെ ലീഡ് ചെയ്യുന്നത് ഓപ്പോസിഷനാണ്. ആ രീതിയിലേക്ക് പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ഫണ്ടമെന്റലി BJP അല്ലെങ്കിൽ BJPയുടെ വോട്ട് ബേസ് താഴെ പോയി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മള് ഇന്ത്യയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലക്ഷൻ സിസ്റ്റം, ഫസ്റ്റ് പോസ്റ്റ് പാസ്റ്റ് ഇലക്ഷൻ സിസ്റ്റത്തില് നിങ്ങൾക്ക് 50% വോട്ടൊന്നും കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ. നിങ്ങൾക്ക് നിങ്ങളെ തൊട്ട് താഴെയുള്ള ആളെക്കാട്ടും കൂടുതൽ വോട്ട് കിട്ടിയാൽ മാത്രം മതി. ഓക്കെ. അതെ. അതായത് ഇപ്പം എല്ലാ ആളുകൾക്കും 10 ആള് മത്സരിക്കുന്നുണ്ട്, എല്ലാവർക്കും 10 വോട്ട് കിട്ടി, നിങ്ങൾക്ക് 11 വോട്ട് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. മേ ബി നിങ്ങൾക്ക് ആകെ 10% വോട്ടേ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നിങ്ങൾ ജയിക്കുക തെരഞ്ഞെടുപ്പിൽ. അപ്പൊ നമ്മളിവിടെ പെർസെന്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ സീറ്റുകൾ കുറഞ്ഞെങ്കിലും പെർസെന്റേജിൽ വലിയൊരു വ്യത്യാസമൊന്നും BJPക്ക് കാണുന്നില്ല. BJPയുടെ വോട്ട് ഷെയർ അത്ര താഴേക്ക് പോയി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള പൊളിറ്റിക്സ് അതിന് സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. അവരെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫോർമുലാസ് എസ്പെഷ്യലി UP ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങളിൽ വർക്കായിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പലതിലും BJP ഇൻക്രീസിംഗ്ലി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യൻ ഒറീഷ ഒക്കെ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവർ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം BJP എന്താ പറയാ തകർന്നു അല്ലെങ്കിൽ BJPയുടെ ഡോമിനൻസ് പോയി എന്നുള്ള റീഡിങ്ങിൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മള് അതെ. ഇലക്ഷൻ കണക്കുകൾ നോക്കുമ്പോൾ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ബ്രീത്തബിൾ സ്പേസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓപ്പോസിഷന് വന്നിട്ടുണ്ട്. മാത്രല്ല ഇതിൽ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പാർട്ടികളുടെ
ഒരു നിലപാടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് മൂവ്മെന്റുകളുടെ, ഐ മീൻ പൊളിറ്റിക്കൽ പാർട്ടികളല്ല, മൂവ്മെന്റുകളുടെ ഇമ്പാക്ട് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാമേഴ്സ് സ്ട്രഗിൾ ഒക്കെ പോലുള്ള മൂവ്മെന്റുകളുടെ ഉം. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാട്ടും പിന്നോട്ട് പോയിട്ടുണ്ട്. എസ്പെഷ്യലി രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാല്, പഞ്ചാബ് നോക്കിക്കഴിഞ്ഞാല്, UP നോക്കിക്കഴിഞ്ഞാല്, ഈ ഭാഗങ്ങളിലൊക്കെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ആ മൂവ്മെന്റ് ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ BJPയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ BJPയുടെ ഡോമിനൻസ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയില് ഇന്ന് നിലനിൽക്കുന്ന BJP ഡോമിനൻസിനെ ആർക്കെങ്കിലും മറികടക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവര് കോർ ക്ലാസ് ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്താൽ മാത്രമേ ഇത് നടക്കൂ. ആളുകളുടെ ലൈവ്ലിഹുഡ് വിഷയങ്ങളെ, അവരുടെ ജോലി, ശമ്പളം, ബാക്കി ജീവിത സാഹചര്യങ്ങൾ, ഇതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാതെ കൾച്ചറൽ സ്ഫിയറിലുള്ള കാര്യങ്ങൾ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ BJP ഡോമിനൻസിനെ തകർക്കാൻ പറ്റില്ല. എനിക്ക് മറ്റേത് മാത്രം അഡ്രസ് ചെയ്തുകൊണ്ടും കാര്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രണ്ടും അഡ്രസ് ചെയ്യാം. എന്തായാലും അതിൽ നിർബന്ധമായിട്ടും ക്ലാസ് ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്താൽ മാത്രമേ BJP ഡോമിനൻസിനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റൂ. Is Rahul Gandhi doing a good job in that? രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആസ് എ ലീഡർ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു റീഡിങ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്താ പറയാ, ഒരുപാട് യാത്ര ചെയ്യുന്നു, ആളുകൾ മീറ്റ് ചെയ്യുന്നു, പല ലൈവ്ലിഹുഡ് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നു. അതൊരു വെൽക്കമിങ് ചേഞ്ചാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എത്രമാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യനബിൾ, ഐ മീൻ ഡൗട്ട്ഫുൾ ആണ്. അതെ, കാരണം എസ്പെഷ്യലി ഇന്ത്യ ബ്ലോക്ക്. അൾട്ടിമേറ്റ്ലി BJPയുടെ ഇക്കണോമിക് പോളിസീസ് സ്റ്റാർട്ടഡ് ബൈ കോൺഗ്രസ്. BJP ഇന്ന് മുന്നോട്ട് വെക്കുന്ന എല്ലാ ഇക്കണോമിക് പോളിസീസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് കോൺഗ്രസ് പാർട്ടിയാണ്. ലൈക്ക് ഇപ്പൊ പ്രൈവറ്റൈസേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ക്രോണി ക്യാപിറ്റലിസം, ഈ ഇതില് കോൺഗ്രസും BJPയും തമ്മിൽ എത്രമാത്രം ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം ഇപ്പം രാഹുൽ ഗാന്ധിക്ക് എടുക്കുന്നത് കുറെ കൂടി എന്താ പറയാ, സെന്റർ അല്ലെങ്കിൽ ഒരു റൈറ്റ് വിങ് ഇക്കണോമിക് പോളിസീസ് എന്ന് കുറച്ചുകൂടി എന്താ പറയാ, കുറച്ചുകൂടി അതിനെ ടിൽറ്റ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇത് എത്രമാത്രം ഇതിനോട് ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ളത് സംശയകരമാണ്. ഇപ്പം ഗവൺമെന്റിലൊക്കെ എത്തുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം കർണാടക ഗവൺമെന്റ് നോക്കുക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ഗവൺമെന്റ്. അവരെ ഏറ്റവും റീസെന്റ് പ്രപ്പോസൽ 14 മണിക്കൂർ ജോലി സമയമാക്കാൻ വേണ്ടിയാണ്. അതെ, അത് ഞാൻ കണ്ടു. എന്തിനാണത്? 14 മണിക്കൂർ ജോലി സമയമാക്കാനുള്ള അതിന്റെ ഫിലോസഫി, ഇക്കണോമിക് ഫിലോസഫി എന്താണ്? ഇക്കണോമിക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലേബർ റൈറ്റ്സ് വേണ്ട എന്നുള്ളതാണ്. ലേബർ റൈറ്റ്സ് വേണ്ട എന്നുള്ള ഇക്കണോമിക് ഫിലോസഫി ഏത് സ്കൂൾ ഓഫ് ഇക്കണോമിക് ഫിലോസഫിയാണ്? ഈ നിയോ ലിബറൽ ഇക്കണോമിക് ഫിലോസഫി, നിയോ ലിബറൽ സ്കൂളിന്റെ ഒരു ഔട്ട്കം ആണ് നിങ്ങൾക്ക് ലേബർ റൈറ്റ്സ് വേണ്ട, കാരണം ലേബർ റൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഹഡിലാണെന്നുള്ള ഒരു ഫിലോസഫി. അപ്പൊ അത് കോൺഗ്രസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഏത് ഈ കോൺഗ്രസ് തന്നെ വെൽഫെയർ സ്കീംസും ഒക്കെ നടപ്പിലാക്കുന്ന കോൺഗ്രസ്. അതാണ് നമ്മള് ഒന്നോ രണ്ടോ സ്കീംസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രഖ്യാപനങ്ങളോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഓവറോൾ ഈ പാർട്ടി എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസിന് ഒരു പാരഡൈം ഷിഫ്റ്റ് അവരുടെ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ പോളിസീസിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവർക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഫസ്റ്റ് UPA സമയത്താണ്. ഒരു മാസീവ് വെൽഫെയർ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷെ അത് വേറൊരു പൊളിറ്റിക്കൽ റീസൺ അതിന്റെ പിന്നിലുണ്ട്. കാരണം അവരൊരു വളരെ കുറച്ച് സീറ്റേ ഉള്ളായിരുന്നു. അപ്പം ലെഫ്റ്റിന്റെ പിന്തുണ ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ലെഫ്റ്റിന് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് അവര് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നു. ഇതൊക്കെ കൂടിയാണ് അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത്. പക്ഷെ സെക്കൻഡ് UPA വരുന്ന സമയത്ത് ഈ സ്കീമുകൾക്കൊക്കെ ഉള്ള ഫണ്ടുകൾ കുറയുന്നു, അതിനുള്ള താല്പര്യങ്ങൾ കുറയുന്നു. കാരണം അപ്പോഴേക്ക് ആ ലെഫ്റ്റിനെ ചുമക്കേണ്ട, ഐ മീൻ ലെഫ്റ്റിനെ കൂടെ നിർത്തേണ്ട അവസ്ഥ കോൺഗ്രസിന് ഇല്ലാണ്ടാവുന്നു. അപ്പം ആ രീതിയിലാണ്. ഓക്കെ, ഇനി എന്താണ് ലൈക്ക് നെക്സ്റ്റ് 5 years അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ
എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? സി പറയുന്ന പോലെ ഒരു നെക്സ്റ്റ് ബി ജെ പി നെക്സ്റ്റ് 5 ഡൊമിനൻസ് ഇയേഴ്സ് ഈ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ആഹ് ആണോ? ബട്ട് വൈ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അത് ചന്ദ്രബാബു നായിഡു ആൻഡ് നിതീഷ് കുമാർ ഇവരെ എൻറ്റയർ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇത്തരത്തിലല്ലേ. അവര് അതായത് ഇപ്പൊ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ ലാസ്റ്റ് 5-6 ഇയേഴ്സ് മാത്രം നോക്കിയാൽ മതി. നിതീഷ് കുമാർ ഐ മീൻ എന്താണ് ആ സഖ്യത്തിന്റെ പേര്, ബീഹാറില് RJD കോൺഗ്രസും മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കുന്നു. നിതീഷ് കുമാർ മത്സരിക്കുന്നു. മഹാഗഡ്ബന്ധന് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു. നിതീഷ് കുമാർ ചാടി അപ്പുറത്ത് പോകുന്നു. ആ പക്ഷെ ഇപ്പം നിതീഷ് കുമാറിന് ബജറ്റിന്റെ എന്റെ വലിയൊരു ഭാഗം തന്നെ കിട്ടി. അതിനു മുമ്പേ നിതീഷ് കുമാർ BJPന്റെ കൂടെയായിരുന്നു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ. യെസ്. അപ്പൊ നിതീഷ് കുമാറിന് അതൊരു പ്രശ്നമല്ല. നിതീഷ് കുമാറിന്റെ എൻറ്റയർ പൊളിറ്റിക്കൽ കരിയർ അങ്ങനെയാണ്, ചാടി ചാടി കളിക്കുന്ന ഒരു ലീഡറാണ്. ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ. ചന്ദ്രബാബു നായിഡു ഫോർ എക്സാമ്പിൾ 2002 ചന്ദ്രബാബു നായിഡു NDAന്റെ ഭാഗമായിരുന്നു. പുള്ളി ഓപ്പൺലി മോഡി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് 2002 ഗുജറാത്ത് റൈറ്റിന് ശേഷം. ചന്ദ്രബാബു നായിഡു കോൺഗ്രസിന്റെ കൂടെ പോയിട്ടുണ്ട്, BJPയുടെ കൂടെ പോയിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാതെ മൂന്നാം മുന്നണി 2009 മൂന്നാം മുന്നണിയുടെ ഭാഗമായിരുന്നു ചന്ദ്രബാബു നായിഡു. അപ്പൊ ഇവരെത്ര കാലം ഇതിന്റെ കൂടെ നിൽക്കുന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. പിന്നെ ഒബ്വിയസ്ലി പണ്ടത്തെ പോലെ ഒരു സ്ട്രോങ് മാൻ ഫിഗർ അല്ല മോഡി ഇന്ന്. വിത്തിൻ ലാർജർ സംഘപരിവാർ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ മോഡിയെ പേരെടുത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിനെ പേരെടുത്തുകൊണ്ടുള്ള ക്രിറ്റിസിസം RSSന്റെ ഒക്കെ ഭാഗത്തു നിന്ന് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞൊരു 10 കൊല്ലം നിങ്ങൾ അത് അത്ര കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് കൂടി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ as long as you can provide victory, അത്തരം ക്രിറ്റിസിസങ്ങളെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ പറ്റും. കാരണം നിങ്ങൾ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിക്ടറി ഡെലിവർ ചെയ്യാത്തൊരു സമയത്ത് നിങ്ങൾ മുമ്പേ എത്ര സ്ട്രോങ് മാൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കെതിരെയുള്ള ഇന്റേണൽ ക്രിറ്റിസിസംസ് കൂടി വരും. കാരണം ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൂടുതൽ സ്കോപ്പ് ഉണ്ട്. മുമ്പേ അങ്ങനെയല്ല. മുമ്പേ നിങ്ങളാണ് A to Z കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം ഈ ഗവൺമെന്റ് തന്നെ നിങ്ങൾക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ ഇൻട്രസ്റ്റിനെ മാനിക്കണം, നിതീഷ് കുമാറിന്റെ ഇൻട്രസ്റ്റിനെ മാനിക്കണം, ഈവൻ ചെറിയ മറ്റേ ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി പോലുള്ള പാർട്ടികളെ ഇൻട്രസ്റ്റിനെ മാനിക്കണം. പണ്ടങ്ങനെയല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാല് തീരുമാനിക്കുന്നു, കൂടെയുള്ള കുറച്ച് ആളുകൾ കൂടെ ഉണ്ട്, അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, അവരെന്തായാലും നടപ്പിലാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ ഇക്കോസിസ്റ്റത്തിനകത്ത് തന്നെ മോഡിക്കെതിരെയുള്ള അല്ലെ അമിത്ഷാ മോഡി ഈ ഒരു കോമ്പിനേഷനെതിരെയുള്ള ക്രിറ്റിസിസംസ് കൂടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് 5 കൊല്ലം ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്തായാലും. ഓക്കെ, സോ ലെറ്റ്സ് റാപ്പ് അപ്പ്. താങ്ക്സ് എ ലോട്ട് ഫോർ ഡൂയിങ് ദിസ്. എനിക്ക് സുധീവ് ചെയ്യുന്ന കണ്ടന്റും കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ടേസ്റ്റ്, ഞാൻ എന്താണോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ഏറ്റവും കൂടുതൽ ക്രൈവ് ചെയ്യുന്നത്, അങ്ങനെ തോന്നുന്നുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ടു. യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യട്ടെ, ഇൻസ്റ്റാഗ്രാം ഗ്രോ ചെയ്യട്ടെ. ആൻഡ് താങ്ക്സ് അഗെയിൻ ഫോർ ബീങ് ഇൻ മല്ലു എക്സ്പീരിയൻസ്. താങ്ക് യു ഫോർ ഇൻവൈറ്റ് മീ. ആൻഡ് ഓൾസോ പൊതുവെയുള്ള പല പോഡ്കാസ്റ്റുകളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്. ഇൻ ദ സെൻസ് സാധാരണ പല പോഡ്കാസ്റ്റുകളിലും നമ്മൾ എന്താ പറയാ വളരെ ചീസി ആയിട്ടുള്ള കുറെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിച്ച് ആക്കുന്ന മലയാളത്തിലെ പല പോഡ്കാസ്റ്റും ഞാൻ കണ്ടിട്ടുള്ളത്. അതിലൊക്കെ കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ശ്രമം ഈ പോഡ്കാസ്റ്റിലുണ്ട്. കീപ് ഇറ്റ് അപ്പ്. അതന്നെ, ക്യൂരിയോസിറ്റി ആണ്, അതാണ് എല്ലാം. ഓക്കെ, ബൈ ബൈ.